السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمدك اللهم يا ربنا على نعمك ونصلي ونسلم على نبيك وعلى آله وأصحابه وأتباعه الذين بذلوا جهدهم في دينك. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. صدق الله العلي العظيم. ആദരണീയ സയ്യിദന്മാരെ, ഉലമാകളെ, പണ്ഡിത നേതാക്കളെ, ചരിത്ര പഠനത്തിനൊരാമുഖം എന്നതാണ് എൻ്റെ വിഷയം. വിഷയം സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരാമുഖം മാത്രമാണ്. ഇതിൻ്റെ പ്രധാനമായ ഭാഗങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് ഇതിനെ ശ്രവിക്കുന്ന നിങ്ങളാണ്. സാധാരണയിൽ വലിയ പരിഗണനകളൊന്നും നൽകപ്പെടാത്ത താരീഖ്, അതിൻ്റെ പഠനത്തിൻ്റെ ആവശ്യവും താരീഖ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ നാം പണ്ഡിതന്മാർ നേരിടുന്നതും നേരിടാൻ പോകുന്നതുമായ ചില ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ചരിത്ര പഠനത്തിൽ പൊതുവെ നമ്മുടെ ദർസുകൾ പിന്നിലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ട് ദർസുകളിൽ താരീഖിന്റെ പഠനത്തിന് വലിയ പ്രാധാന്യത നൽകുന്നില്ല എന്ന് അന്വേഷിച്ചാൽ ദർസുകളിലും മറ്റും മൊത്തത്തിൽ സമൂഹത്തിലും നമ്മുടെ പണ്ഡിതന്മാർ തസവ്വുഫ് കണക്ഷനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യത നൽകിയിരുന്നത് എന്നത് ഒരു സത്യമാണ്. മുമ്പ് കാലങ്ങളിലെല്ലാം ഇവിടെ ഈ കർണാടകയിലുള്ള പഴയ ദർസുകളിലെല്ലാം, മാത്രമല്ല ദർസുകളിൽ ഇർഷാദുൽ ഇബാദ്, മുർഷിദുത്തുല്ലാബ് തുടങ്ങിയ കിതാബുകളുണ്ട്. അതിലെല്ലാം മൗഇദത്തുകളാണ്. അതിൻ്റെ ലക്ഷ്യം തസവ്വുഫ് ഉണ്ടാക്കുക എന്നതാണ്. അതിൽ ചില ചരിത്രങ്ങളെല്ലാം പറയാറുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം മൗഇദത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലാതെ ഒരു ഹിസ്റ്ററി പഠനത്തിന്റെ, ഒരു ചരിത്ര പഠനത്തിന്റെ ഭാഗമായി നടക്കുന്നതല്ല. അടുത്ത് ബഹുമാനപ്പെട്ട ബാവുസ്താദ് ഉണ്ടാക്കിയ ചില കിതാബുകൾ, അതിൻ്റെ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദർസുകളിലെല്ലാം താരീഖ് പഠനത്തിന് ജീവൻ നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷിക്കാൻ ഈ വിഷയത്തിൽ സന്തോഷകരമായി നമ്മുടെ മുന്നിലുള്ളത്. താരീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിസ്സകളല്ല,
ചില ചരിത്രങ്ങൾ, നമ്മുടെ അറിവുകൾ, അതിൻ്റെ ലിമിറ്റേഷൻ സാധാരണയിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലാണ്. അതും പ്രവാചകന്മാരുടെ ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, അത് ചില സംഭവങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ഒരു പക്ഷേ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു ഭൂമിയിലേക്ക് വന്ന സംഭവം, ഹാബീൽ കാബീലിന്റെ സംഭവം, അതിനുശേഷം അങ്ങോട്ട് വന്നാൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയ സംഭവം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ കഥകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്രൂദിന്റെയും കഥകൾ, തീക്കുണ്ടാരത്തിലൊക്കെ എറിയപ്പെട്ട വിഷയങ്ങൾ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുത്ത സംഭവം, അതിനുശേഷം വന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നാം അറിഞ്ഞിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും കഥകൾ, അത് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനിന്റെ കഥകൾ. ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി അത്ര കൂടുതൽ കഥകളൊന്നും സാധാരണയിൽ അറിയാറില്ല. ഇത്രയും ചില സംഭവങ്ങളിൽ മാത്രം നമ്മുടെ അറിവ് നിക്ഷിപ്തമാണ്. അതിനപ്പുറം ഇവരൊക്കെ എവിടെ വന്നു, ഈ പ്രവാചകന്മാർ എവിടെ വന്നു, ഈ പ്രവാചകന്മാരുടെ കാലം ഏതായിരുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിശാലമായ പഠനം ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. എന്തിന് ഇപ്പോൾ നമുക്ക് താരീഖിന്റെ പഠനം ആവശ്യമായി വരുന്നു എന്നതൊരു വിഷയമാണ്. താരീഖിന്റെ പഠനത്തിന്റെ വലിയ ആവശ്യകത നമ്മുടെ മുമ്പിലിരിക്കുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഭൂമിയെ കളക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. ആർക്കിയോളജി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ഓഫ് ആർക്കിയോളജി എന്നറിയപ്പെടുന്ന സിറിയാക്കോ 1400-കളിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ചുറ്റുഭാഗത്ത് നടന്ന് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഏതാണെന്ന് അന്വേഷിച്ച് നടന്ന് അങ്ങനെ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു പുരാതത്വ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചു. അതിനുശേഷം യൂറോപ്പിൽ, അതിനുശേഷം ഇടയ്ക്ക് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വന്നു. ശേഷം ആർക്കിയോളജി യൂറോപ്പിൽ വെച്ച് പുരാതത്വ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠനം തുടങ്ങി. ഭൂമിയുടെ പല ഭാഗങ്ങളിലും അവർ കളക്കാൻ തുടങ്ങി, ഉത്ഖനനം ചെയ്യാൻ തുടങ്ങി. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മനുഷ്യന്റെ എന്ന് അവർ കരുതുന്ന അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പറ്റിയുള്ള പഠനം ആരംഭിച്ചു. മനുഷ്യനെ പറ്റി പഠനം ആരംഭിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ പല ചോദ്യങ്ങളും വന്നു നിൽക്കുന്നു. മനുഷ്യൻ എപ്പോഴാണ് ഇവിടെ കൂടിത്താമസിക്കാൻ തുടങ്ങിയത്? ലോകത്തിലെ പഴയ നാഗരികതകൾ ഏതാണ്, സിവിലൈസേഷൻസ് ഏതാണ് എന്നുള്ള പഠനങ്ങളും തുടങ്ങി. 1800-കളിൽ 850-കളിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ റെയിൽ പാത ഉണ്ടാക്കുമ്പോൾ അവിടെ കളക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാർ അവിടെ കളക്കുന്ന അവസരത്തിൽ അവിടെ കുറെ ബിൽഡിങ്ങുകളും മറ്റും അവിടെ ലഭിക്കാൻ തുടങ്ങി. അവിടെ ഒരു പഴയ ഒരു ജനസമൂഹം അവിടെ താമസിച്ചിരുന്നു എന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇതെല്ലാം എത്ര പഴക്കമുള്ളതാണ് എന്ന് കണ്ടുപിടിക്കാൻ, എന്ന് അറിയാനുള്ള ടെക്നോളജി ഇവിടെ ഉയർന്നു വന്നു. അങ്ങനെ ഏതൊരു സാധനം എവിടെ കിട്ടിയാലും ഇതിന് എത്ര വർഷം വയസ്സുണ്ട് എന്ന് അറിയാനുള്ള കാർബൺ ഡേറ്റിംഗ് പരിശോധനകൾ, കണ്ടുപിടുത്തങ്ങൾ അത് മനസ്സിലാക്കി. എന്നിരിക്കവേ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പ്രധാനപ്പെട്ട സിവിലൈസേഷനുകളെ ഇവിടെ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ വെച്ചു. ഏറ്റവും പഴക്കം ചെന്ന മെസപ്പൊട്ടോമിയ,
അതുപോലെ തന്നെ ഈജിപ്റ്റ്, അതുപോലെ തന്നെ ഇൻഡസ് വാലി, അതുപോലെ തന്നെ ചീന നാഗരികത, അതുപോലെ തന്നെ അമേരിക്കയിലെ മായൻ നാഗരികത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ കൂട്ടമായി പഴയ കാലത്ത് താമസിച്ചിരുന്നു എന്ന് പറയുന്ന അറിവുകൾ ലഭിക്കുകയുണ്ടായി. അങ്ങനെ സിവിലൈസേഷനുകളെ പറ്റിയുള്ള പഠനവും അതോടൊപ്പം മനുഷ്യൻ ഈ ഉത്ഖനനം നടത്തുന്ന സന്ദർഭങ്ങളിൽ ലഭ്യമായ ഭൂമിന്റെ ഉൾഭാഗത്തിൽ ലഭ്യമായിരുന്ന പല ഗുഹകളിലും ലഭ്യമായിരുന്ന സ്കെല്ലുകൾ, മനുഷ്യൻ്റെത് എന്ന് തോന്നിപ്പിക്കുന്ന ബോഡികൾ, തലച്ചോറുകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ലഭ്യമാകപ്പോൾ ഇതിന് എത്ര പഴക്കമുണ്ടെന്നവർ തീരുമാനിക്കുകയും അങ്ങനെ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ലക്ഷക്കണക്കിൽ വർഷങ്ങളായി എന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെയാണ് ഇസ്ലാമിക താരീഖിന്റെ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്ന പരിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങളെല്ലാം പഠിക്കുന്ന നമുക്ക് ഈ ചോദ്യം മുന്നിട്ട് വരുന്നത്, മനുഷ്യൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? മനുഷ്യൻ ആദമിന്റെ മക്കളാണോ? അതല്ല മനുഷ്യൻ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലെ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് മാറി 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 വന്ന് ആൾക്കുറങ്ങായി, അതിനുശേഷം ചിമ്പാഞ്ചിയായി വന്നു, ശേഷം മനുഷ്യനായി ഉയർന്നു വന്നതാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയുക എന്ന് പറയുന്നത് പണ്ഡിതന്മാരായ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് ശാസ്ത്രലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രലോകം ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പരിശുദ്ധമായ ഖുർആനിൽ പ്രപഞ്ചത്തെ സൃഷ്ടിയെപ്പറ്റിയും മനുഷ്യനെ സൃഷ്ടിയെപ്പറ്റിയും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പിന്നിൽ നാം അതിന്റെ പഴക്കങ്ങളൊന്നും മറ്റും നാം അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നില്ല. എങ്കിലും മനുഷ്യന്റെ സൃഷ്ടിയെപ്പറ്റി, ലോകത്തിന്റെ സൃഷ്ടിയെപ്പറ്റി, നമ്മുടെ സൗരവ്യൂഹം, പുറത്തുള്ള നമ്മുടെ ഈ ബ്രഹ്മാണ്ടം അതവിടെ ഇരിക്കട്ടെ, അതിന് പല ബിലിയൺ വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങളെ പറ്റി പഴക്കം പറയുന്നുണ്ട്, ഇരിക്കട്ടെ. നമ്മുടെ സൗരവ്യൂഹം, ആ സൗരവ്യൂഹത്തിന് തന്നെ പഴക്കം ചെല്ലുന്നത് ഈ സൂര്യന്റെ സൃഷ്ടിക്ക് 500 കോടി വർഷങ്ങൾ എന്നായി. സൂര്യൻ ഉണ്ടായിട്ട് 500 കോടി വർഷങ്ങൾ ഉണ്ടായെന്നും ഭൂമി ഉണ്ടായിട്ട് 460 കോടി വർഷങ്ങൾ ഉണ്ടായെന്നും, അങ്ങനെ അതിനുശേഷം ഇവിടെ ഈ ഭൂമിയിൽ വെച്ചിട്ട് സസ്യങ്ങൾ ഉണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങൾ ഉണ്ടായെന്നും അങ്ങനെ വിവരിക്കുന്ന ഈ ഭൂമിയുടെ ഉത്ഭവ കഥകള് ഇത് മനസ്സിലാക്കുമ്പോൾ സസ്യജീവി ഉണ്ടായിട്ട് 5 കോടി വർഷങ്ങളാണെന്നും അതിനുശേഷം അമീബ ഉണ്ടായി 3 കോടി വർഷങ്ങളായെന്നും അതിനുശേഷം മത്സ്യമുണ്ടായെന്നും അതിനുശേഷം തവളകളെപ്പോലത്ത, മുതലകളെപ്പോലത്ത പ്രാണികളൊക്കെ ഉണ്ടായി 1 കോടി വർഷമായെന്നും പാമ്പുകൾ ഉണ്ടായിട്ട് 10 ലക്ഷം വർഷങ്ങൾ ഉണ്ടായെന്നും അതിനുശേഷം പല്ലികൾ പോലത്ത, അതുപോലെ പക്ഷികളെ പോലത്ത വസ്തുക്കൾ ഉണ്ടായി, അതിനുശേഷം മുലപ്പാൽ കുടിക്കുന്ന സസ്തനികൾ ഉണ്ടായി 5 ലക്ഷം വർഷങ്ങൾ ഉണ്ടായെന്നും ആ സസ്തനികൾ 2 കാലിന്റെ മേലിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായെന്നും അത് ആൾക്കുറങ്ങായിട്ട് 60,000 വർഷങ്ങൾക്ക് മുമ്പ് മാറിയെന്നും അത് ചിമ്പാഞ്ചി, ഗോറില്ല പോലത്തെ വസ്തുക്കളായി 60-ൽ നിന്ന് 40,000 വർഷങ്ങളായെന്നും 40 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നാം കാണുന്ന ഹോമോ സേപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉത്ഭവമുണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കൽ നമുക്ക് ആവശ്യമാണ്. ഇത് അറിഞ്ഞിരിക്കൽ നമുക്ക് ആവശ്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വന്നു ആദം നബി അലൈഹിസ്സലാം ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി എന്ന് ചോദിച്ചാൽ നമുക്കതിന് മറുപടി വേണം. അപ്പൊ ശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ എല്ലുകളും മറ്റും അതിന്റെ സ്കെല്ലുകൾ കിട്ടിയതിന്റെ കാർബൺ ഡേറ്റിംഗ് അനുസരിച്ചിട്ട് മനുഷ്യൻ ഉണ്ടായിട്ട് ഒരുപാട് വർഷങ്ങളായി. മനുഷ്യനെ ശാസ്ത്രലോകം പല രൂപത്തിൽ വർഗീകരിക്കുന്നു. സാധാരണയിൽ നമ്മുടെ വർഗീകരണം ഹോമോ സേപ്പിയൻസ് എന്ന ഒരു വർഗത്തിലാണ് നമ്മെ പെടുത്തുന്നത്. അതല്ലാതെ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലും, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്, യൂറോപ്പിന്റെ പല ഭാഗത്തിൽ വെച്ചിട്ട്,
ചൈനയിൽ വെച്ചിട്ട്, ഓസ്ട്രേലിയയിൽ വെച്ചിട്ട്, ഇങ്ങനെ പല ഭാഗങ്ങളിലും ഇത് സ്കെല്ലുകൾ ലഭ്യമായപ്പോൾ ആ സ്കെല്ലുകൾക്കെല്ലാം പരിശോധിച്ച് അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് പല പേരുകളും വെച്ചിട്ടുണ്ട്. അതിൽ നിയാണ്ടർത്താൽ മനുഷ്യൻ, എറക്ടസ് മനുഷ്യൻ, ഹോമോ ആന്റിസെസർ, ഇങ്ങനെ പല പല പേരുകളും അതിന് വെക്കുന്നുണ്ട്. ഹോമോ ഹാബിലസ് എന്നത് നമ്മെ ഹോമോ സേപ്പിയൻസ് എന്ന വർഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. അത് ശാസ്ത്രം നടത്തുന്ന ഒരു പഠനത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആണല്ലോ അബുൽ ബഷർ. നമ്മുടെ പിതാവ്, മനുഷ്യന്റെ ഉത്ഭവം ആദം നബി അലൈഹിസ്സലാം മുതൽക്കാണ് എന്ന് നാം പഠിച്ചു വരുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഉണ്ടായി ഇവിടെ പടക്കപ്പെട്ട് എത്ര വർഷങ്ങളായി? നമ്മുടെ പ്രവാചകന്മാരുടെ ആ ശൃംഖലകൾ ഒന്ന് പരിശോധിച്ച് അങ്ങോട്ട് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് മുതൽ 1400 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ അതിന്റെ താരീഖുകൾ ഉണ്ടല്ലോ. 1400 വർഷങ്ങൾ കഴിഞ്ഞു. അതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം ഒരു 500 വർഷങ്ങളാണ്, 500-600 വർഷങ്ങളാണ്. അത് കൂടിയാൽ 2000 വർഷങ്ങളായി. ബി സി കഴിഞ്ഞു, AD തുടങ്ങുന്നതാണല്ലോ, 2000 വർഷങ്ങളായി. അതിനു മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം വന്ന 1200 വർഷങ്ങളാണ്. അത് കണക്കുകൾ ലഭ്യമാകും. മൂസാ നബി അലൈഹിസ്സലാം വന്നിരുന്നത് റാംസസ് സെക്കൻഡ്, രണ്ടാമൻ റാംസസിന്റെ കാലത്താണല്ലോ. രണ്ടാമത്തെ റാംസസ് വന്നത് BC 1200 1300കളിലാണ്. അതിന് മുമ്പ് അപ്പോൾ നമുക്കൊരു 3200 വർഷങ്ങൾ കിട്ടി. അതിനു മുമ്പ് നേരെ ഒരു 400 വർഷങ്ങൾക്ക് മുമ്പാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലം പറയുന്നത്. 3600 വർഷം കിട്ടി. പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിന് മുമ്പ് നമുക്ക് ലഭ്യമാകുന്നത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെയും, അല്ലെങ്കിൽ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ അപ്പുറമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഇടയിലുള്ള ഒരു 100-200 1000 വർഷങ്ങളാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും താരീഖ് നേരിട്ട് പോകുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഇടയ്ക്കുള്ള കാലമാണ്. നൂഹ് നബി അലൈഹിസ്സലാം 1000 വർഷങ്ങൾ, 950 വർഷം ഇവിടെ ദഅവത്ത് നടത്തി എന്ന് പറയുന്നു. അതിലേറെ ഒരു 100 വർഷം അതിലേറെ ജീവിച്ചു, 1050 വർഷം ജീവിച്ചു എന്ന് പറയാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനനമാണെങ്കിലോ ആദം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന്റെ ശേഷം 126 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ജനനം എന്ന് താരീഖിൽ കാണുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതമാണെങ്കിലോ 940 വർഷം ജീവിച്ചു എന്നാണ് താരീഖിൽ കാണാൻ ലഭ്യമാകുന്നത്. ഇതെല്ലാം അങ്ങ് കണക്ക് കൂട്ടിയാൽ, ഈ വർഷങ്ങളെല്ലാം കണക്ക് കൂട്ടിയാൽ മനുഷ്യ ജീവിതത്തിന് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിന് 8000 വർഷങ്ങൾ അങ്ങ് കൂട്ടിയാൽ ഒരു 10000 വർഷങ്ങളിൽ അപ്പുറം പോകൂല എന്നതാണ് നമ്മുടെ താരീഖിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം വരുന്നത്. ശാസ്ത്രലോകം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്കെല്ലുകൾ, ഇവകൾക്ക് ലക്ഷക്കണക്കിൽ വർഷങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഈ അടുത്ത് ഞാൻ ഈജിപ്തിൽ സിയാറത്തിന് പോയിരുന്നു. അവിടെ ഫറോവയുടെ മമ്മിയുടെ വെച്ചിട്ടുള്ള മ്യൂസിയമിന്റെ പുറത്ത് ഒരു സ്കെൽ വെച്ചിട്ടുണ്ട്, ഒരു അസ്ഥിപഞ്ജരം വെച്ചിട്ടുണ്ട്. 2,30,000 വർഷം പഴക്കമുള്ള അസ്ഥിപഞ്ജരമാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ 2,30,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടോ എന്നതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം. അപ്പോൾ ഇതിൽ ഇത്രയും വിഷയങ്ങള്, ഇത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ വരവ് പൂർണ്ണനായ ഒരു മനുഷ്യനായിട്ടാണ്. ഈയിടക്ക് ഇതിനെ പഠനം നടത്തുമ്പോൾ ഇവിടെ ശാസ്ത്രലോകം തന്നെ മുന്നിൽ വെക്കുന്ന മറ്റൊരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം. ശാസ്ത്രലോകം ഈ കഴിഞ്ഞ കാലത്തെ പല യുഗങ്ങളായി വേർതിരിക്കുന്നുണ്ട്. നാം സ്കൂളിൽ പഠിച്ചിരിക്കാം. പ്രാചീന ശിലായുഗ എന്ന് പറയുന്നത് പാലിയോലിറ്റിക് ഏജ് എന്ന് പറഞ്ഞിട്ട് പ്രാചീന ശിലായുഗം. അതുപോലെ തന്നെ അതിനുശേഷം മെസോലിറ്റിക് ഏജ് എന്ന് പറയുന്നത്, അത് മധ്യശിലായുഗം. അതിനുശേഷം നിയോലിറ്റിക് ഏജ് ആണ്, നവശിലായുഗം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നാം ബ്രോൺസ് ഏജ്, അതേപോലെ അയൺ ഏജ്, താമ്രയുഗ, കബ്ബിണയുഗ, ഇതെല്ലാം നാം സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ എന്താണ് ഈ പ്രാചീന ശിലായുഗ എന്ന് പറഞ്ഞാൽ?
പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന, മനുഷ്യൻ എന്ന് ശാസ്ത്രം വിശ്വസിക്കുന്ന ആ മനുഷ്യൻ ശിലകളെ കൊണ്ട് മാത്രം, കല്ലുകൊണ്ട് മാത്രം, കല്ലിനെ ആയുധമാക്കി വെച്ചിരുന്ന കാലമാണ്. കല്ലിനെ ആയുധമാക്കി വെച്ചു. ഒരേ ഒരു ശിലകൾ മാത്രമാണ് അന്ന് അവർക്കുള്ള എവിഡൻസുകൾ ഉള്ളത്. ശിലകളെ ആയുധമാക്കി ഉപയോഗിച്ചു. പിന്നെ മധ്യശിലായുഗം എന്ന് പറയുന്നത് ആ ശിലകൾക്ക് അല്പം കോലമുണ്ടാക്കി എന്നുള്ളതാണ്. അല്പം അതിന് മൂർച്ചകൾ കൂട്ടി അതിന് ചെറിയ കോലമുണ്ടായി എന്നുള്ളതാണ്. അതിന് ശേഷം വരുന്നതാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ പ്രാചീന ശിലായുഗത്തിന് 40,000 വർഷത്തിന്റെ പഴക്കമാണ്. 40,000 വർഷം, അതായത് ഈ കഴിഞ്ഞ 40,000 വർഷം മുമ്പാണ് ഈ പ്രാചീന ശിലായുഗ തുടങ്ങുന്നത്. പിന്നെയോ അതിനുശേഷമുള്ള മധ്യശിലായുഗ തുടങ്ങുന്നത് BC 10,000 മുതൽക്കാണ്. കഴിഞ്ഞ 10,000 വർഷങ്ങൾക്ക് മുതൽക്കാണ്. നിയോലിത്തിക് ഏജ് തുടങ്ങുന്നത് 8,000 വർഷങ്ങൾക്ക് മുതൽക്കാണ്. 8,000 വർഷം മുതൽ 4,000 വർഷം വരെ നവശിലായുഗ എന്ന് പറയുന്നു. എന്താണ് ഈ നവശിലായുഗ എന്ന് പറയുന്നത്? നവശിലായുഗ എന്ന് പറഞ്ഞാല് മനുഷ്യൻ കൂട്ടമായി താമസിച്ചു എന്നുള്ളതാണ് അതിൻ്റെത്. മനുഷ്യൻ കൂട്ടമായി താമസിച്ചു, മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വീടുകൾ നിർമ്മിച്ചു, മനുഷ്യൻ പശുക്കളെ വളർത്താൻ തുടങ്ങി, മനുഷ്യൻ ആട് മേയ്ക്കാൻ തുടങ്ങി, മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, മനുഷ്യൻ കൃഷി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് ഈ നവശിലായുഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവശിലായുഗത്തിന്റെ മുമ്പിലുള്ള ഈ പ്രാചീന ശിലായുഗത്തിലോ അല്ലെങ്കിൽ മധ്യശിലായുഗത്തിലോ മനുഷ്യൻ കൂട്ടമായിട്ട് താമസിച്ചിട്ടില്ല. മനുഷ്യൻ ഗുഹയിലാണെന്ന് താമസിച്ചിരുന്നത്. ഈ ശാസ്ത്രം പറയുന്ന മനുഷ്യൻ അന്ന് ഗുഹയിലാണ് താമസിച്ചിരുന്നത്. അന്ന് അവർക്ക് കൃഷി ചെയ്തിട്ടില്ല, അവര് മൃഗങ്ങളെ അവർ വളർത്തിയിട്ടില്ല. ഇതൊക്കെ ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതകളാണ്. അവിടെയാണ് നേരത്തെ പറയുന്ന 2 ലക്ഷത്തിന് മുമ്പ് 30,000 അല്ലെങ്കിൽ അതിലേറെയോ അതിലെ കുറവോ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇവിടെ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പ്രൂഫായും കൊണ്ട്, മനുഷ്യന്റെ ബോഡികളെ കാണിച്ചുകൊണ്ട്, സ്കെല്ലുകളെ കാണിച്ചുകൊണ്ട്, അസ്ഥിപഞ്ജരങ്ങളെ കാണിച്ചുകൊണ്ട് ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, മനുഷ്യൻ നിങ്ങളുണ്ടായതുപോലെ പറയുന്നത് പോലെ, ഇസ്ലാം പറയുന്നത് പോലെ, ഇസ്ലാമിക താരീഖ് പറയുന്നത് പോലെ 8,000 10,000 വർഷങ്ങളൊന്നല്ല, ലക്ഷക്കണക്കിൽ മുമ്പുണ്ടായിരുന്നു എന്ന് അത് പറയുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും, നിങ്ങൾ പറയുന്ന നിയോലിത്തിക് ഏജിലാണ് നാം പറയുന്ന മനുഷ്യനുണ്ടായത്. ബുദ്ധിയുള്ള മനുഷ്യനുണ്ടായത്. അതുവരെയുള്ള ശാസ്ത്രം പറയുന്നു. അപ്പൊ ഈ നിയോലിത്തിക് ഏജിന് മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യനിക്ക് അവര് സംസാരിച്ചിരുന്നോ? തെളിവില്ല. അവർക്ക് ബുദ്ധിയില്ല എന്ന് അങ്ങനെ ബുദ്ധി വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വീടുകൾ നിർമ്മിച്ചിട്ടില്ല, കൃഷി ഉണ്ടാക്കിയിട്ടില്ല. അവര് വെറും മാംസഭക്ഷുക്കൾ മാത്രമായിരുന്നു. അവര് പരസ്പരം മനുഷ്യൻ അന്ന് ആ പറയുന്ന മനുഷ്യൻ അവരെ കൊന്ന് അവരെ തിന്നുന്ന ചരിത്രങ്ങളാണ് ആ കാലത്തിലൊക്കെ ശാസ്ത്രം അതിന് തെളിവുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഖുർആൻ പറയുന്ന എന്ന് പറയുന്ന ആ നല്ല ചൊവ്വായ രൂപത്തിൽ പടക്കപ്പെട്ട മനുഷ്യൻ, അത് ഈ പറയപ്പെട്ട മനുഷ്യനല്ല, അത് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനമാകുന്ന മനുഷ്യനാണ്. അപ്പൊ ശാസ്ത്രയോഗം കാണിക്കുന്ന ഈ മനുഷ്യൻ മനുഷ്യനെ പോലെയുള്ള ജീവികളായിരിക്കാം, മനുഷ്യനെ പോലെയുള്ള ജീവികളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ മറ്റൊരു സാധ്യതയും നമുക്ക് മുമ്പിൽ വെക്കാൻ കഴിയും. മറ്റൊരു സാധ്യത എന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മുഷാവറ അവിടെ ഉണ്ടായി. അതജഅലു ഫിഹാ, മലായിക്കത്ത് അപ്പോൾ മറുപടി പറഞ്ഞത് അതജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ, ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, രക്തം ചൊരിക്കുന്നവരെ നീ സൃഷ്ടിക്കുകയാണോ? സാധാരണയിൽ നാം തഫ്സീറുകളിൽ പല തഫ്സീറുകളും ചോദിക്കുന്നു, അത് ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാമിൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ജിന്ന് വർഗമാണ് എന്ന് പറയുന്ന. സഹജമായ അവിടെ ഒരു സംശയം ഉണ്ടാകുന്നു, ജിന്ന് വർഗത്തിന് രക്തമുണ്ടോ എന്ന് പറയുന്ന എന്ന് പറയുന്നത്.
പല മറുപടികളും അതിന് പറയാമെങ്കിലും അവിടെ രക്തമുണ്ടായിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ചില താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു കസീർ, ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ അതിൽ വിവരിക്കുന്നു, ഖാല കസീറുൻ മിൻ ഉലമാഇ തഫ്സീരി ഖുലിഖത്തിൽ ജിന്നു ഖബല ആദം അലൈഹിസ്സലാം വകാന ഖബലഹും ഫിൽ അർളി അൽ ഹിന്നു വൽ ബിന്നു ഫസല്ലതല്ലാഹുൽ ജിന്ന അലൈഹിം ഫഖതലൂഹും വഅജ്ലൗഹും അൻഹാ വഅബാദൂഹും മിൻഹാ വസകനൂഹാ ബഅദഹും. ജിന്ന് വർഗത്തിനെ ഇവിടെ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ അൽ ഹിന്നു വൽ ബിന്നു, ഹിന്ന് ബിന്ന് എന്ന് പറയുന്ന വർഗമുണ്ടായിരുന്നു എന്ന് അൽ ബിദായ വൻ നിഹായ ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ കാണാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ തഫ്സീറുൽ മുൻതബിഹ് ബി തഹ്രീരിൽ മുഷ്തബിഹ് ഗ്രന്ഥത്തിൽ കാണാം, അൽ ഹിന്നു വൽ ബിന്നു ഖബീലതാനി കാനത ഖബല ആദമ ഫീമാ യുഖാലു. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് ഹിന്ന് ബിന്ന് എന്ന് പറയുന്ന രണ്ട് വർഗങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ തഫ്സീറുൽ മുൻതബിഹിൽ കാണാം. അതുപോലെ തന്നെ ഷിഹാബുദ്ദീനുൽ അബ്ശീഹിയുടെ അൽ മുസ്തദ്റഫ് ഫീ കുല്ലി ഫന്നി മുസ്തദ്റഫ് അതിൽ പറയാം, ദക്കറൽ മസ്ഊദി ഫീ കിതാബിഹി അൻ ബഅദിൽ ഉലമായി അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖലഖ ഫിൽ അർളി ഖബല ആദമ 28 ഉമ്മത്തൻ അലാ ഖൽഖിൻ മുഖ്തലിഫ. പല വിഭിന്നമായ ഉമ്മത്തുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, വിഭിന്നമായ രൂപത്തിൽ എന്ന് അതിൽ കാണാം. ഇബ്നു ആഷൂറിന്റെ അത്തഹരീർ വ തൻവീരിൽ ഈ അൽ ഹിന്നു വൽ ബിന്നിനെ പറ്റി അതിനെപ്പറ്റി പരാമർശം വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു താരീഖിൽ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നത് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് താരീഖിന്റെ വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിനൊന്നും ഇപ്പൊ നമ്മുടെ ഖുർആന് പിന്നെ തഫ്സീർ മറ്റേ ഹദീസുകളിലുള്ളത് പോലെ ഒരു വിഷയമല്ലല്ലോ, താരീഖാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യവർഗത്തിന് മുമ്പ് ഒരു ജീവിയുടെ ഉണ്ടായിരുന്നോ മനുഷ്യനെ പോലോത്ത ആദം നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് ജിന്നുവർഗങ്ങളെ അവരുടെ മേലിൽ അധികാരപ്പെടുത്തി, പിന്നെ ജിന്നുവർഗങ്ങളുടെ മേലിൽ മലായിക്കത്തിന് അധികാരപ്പെടുത്തിയോ അല്ല ആദം നബി അലൈഹി സ്വലാമിന് അതിനുശേഷം ഖലീഫയായി ഉണ്ടാക്കി എന്ന് പറയുന്ന പരാമർശങ്ങൾ കാണാം. ഏതായാലും ഞാൻ ചുരുക്കട്ടെ, മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഒരു സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹിസ്സലാമിന്റെ താരീഖുമായിട്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ താരീഖുമായിട്ട് നാം ഇനിയുള്ള കാലത്തിൽ വിദ്യാസമ്പന്നരോട്, പഠിച്ചു വരുന്നവരോട്, ശാസ്ത്രത്തിന് മുൻഗണന നൽകുന്നവരോട് നേരിടുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടി നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ സ്കെല്ലുകൾ ഇപ്പൊ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഉത്ഖനനം നടത്തുകയാണ്. എല്ലാം ഓരോ പ്രദേശത്ത് തുറന്നു നോക്കുകയാണ്. അപ്പോഴാണ് പഴയ നാഗരികതകളൊക്കെ ലഭ്യമാകുന്നത്. അങ്ങ് പഴയ നാഗരികതകളെല്ലാം ഉണ്ടാകുമ്പോൾ അതിന് വളരെ പെട്ടെന്നായിട്ട്, അതായത് മനുഷ്യന്റെ രൂപം മനുഷ്യൻ കിട്ടിയത് ഇത്ര വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി നമുക്ക് വേണം. ഞാൻ എൻ്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്രഹ്മാണ്ടമുണ്ടായിട്ട് എത്ര വർഷങ്ങളുണ്ടായോ? ഖുർആനിൽ അതിനെപ്പറ്റി പരാമർശങ്ങളൊന്നുമില്ല, അത് ആവശ്യവും ഇല്ല. ഭൂമി എത്ര വർഷമായി ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി, ചന്ദ്രൻ ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി, അത് നമുക്ക് മുഖ്യമല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾക്കെല്ലാം അത് നാം മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് നേരിടുന്ന ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയാൻ അത് നാം മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കഥ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ മിൻ നുത്ഫത്തിൻ മിൻ സുലാലത്തിൻ മിൻ തീൻ മിൻ സൽസാലിൻ കൽ ഫഖാർ മിൻ നുത്ഫത്തിൻ അംഷാജിൻ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിപ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്, പഠന വിഷയം നാം പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനത് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത് വരുന്ന വിഷയം, നമ്മുടെ താരീഖ് എന്ന് പറയുന്ന സബ്ജക്ട് അതൊരു സമുദ്രമാണ്, ഒരു ബഹ്റാണത്. താരീഖിന് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? താരീഖിന്റെ പഠനം എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് താരീഖ് പഠിക്കാന്ന് പറഞ്ഞാല് എവിടെ നിന്നാണ്? ഈ ലോകത്തിൽ, ഈ ഭൂമിയില് 7 ഭൂഖണ്ഡങ്ങളില്
എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യനുണ്ട്. പഴയ കാല മനുഷ്യന്മാര്. അങ്ങകലെ അമേരിക്കയിൽ പോയാലും അവിടെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് മായൻ നാഗരികത അവിടെ ഉണ്ടായിരുന്നു. പഴയ കാലത്തിന്റെ അത്ഭുത കഥകളെല്ലാം അവിടെ വിവരിക്കുന്നത്. ഇപ്പൊ താരീഖ് എവിടെ നിന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ളത് ഒരു വിഷയം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു വിഷയമാണ്. ഇപ്പൊ താരീഖിൽ നമുക്ക് തുടങ്ങാൻ ലഭ്യമാകുന്ന വിഷയം സിവിലൈസേഷനുകളാണ്, നാഗരികതകൾ. മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയത് എവിടെ? ഇത് എന്തിനു നാം പഠിക്കണം എന്ന് വെച്ചാൽ, ഇസ്ലാമിക താരീഖിന്റെ പ്രധാനമായ ഭാഗം അംബിയ ആണ് അല്ലെ. പരിശുദ്ധമായ ഖുർആനിൽ അധികമായിട്ട് പരാമർശം ചെയ്ത വിഷയം അംബിയാന്റെ താരീഖാണ്. 25 അംബിയാന്റെ താരീഖാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു സഹജമായ ഒരു സംശയം ആരുടെയെങ്കിലും വക്കൽ നിന്ന് വരാം. 25 പ്രവാചകന്മാര് അവരുടെ ഇത് നോക്കിയാല്, അവരുടെ ചരിത്രം നാം മനസ്സിലാക്കിയാല് എവിടെയാണതുള്ളത്? ആദം നബി അലൈഹി സ്വലാമിനെ പറ്റി ചോദിക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിലേക്കാണ് വന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൗദി അറേബ്യയിൽ, അതായത് മക്കയിലേക്ക് പോയിട്ടുണ്ട്. ഈ 2 കഥകൾ ആദം നബി അലൈഹി സ്വലാമിനെ പറ്റി അത് അറിയാം. ഇദ്രീസ് അലൈഹിസ്സലാമാണ് പിന്നെ രണ്ടാമത് എടുക്കുന്ന പ്രവാചകൻ. ഇദ്രീസ് അലൈഹിസ്സലാമിന്റെ അവിടെ താമസിച്ചിരുന്നത് ബാബിലോണിയയിലാണ്. ഞാൻ ശേഷം വരാം. ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. അത് ഇറാഖിലാണുള്ളത്. ബാബിൽ എന്ന് പറയുന്ന പ്രദേശമുള്ളത് ഇറാഖിലാണ്. ബാബിലോണിയ, പഴയ ബാബിലോണിയ, അത് സമ്പൂർണമായി നശിച്ചു പോയിട്ടുണ്ട്. വലിയ കഥകളാണ് അതിൻ്റെ ഒക്കെ ബാക്കിലുള്ളത്. ലോകത്തിലെ ഏറ്റവും 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ബാബിലോണിയയിലുള്ള തൂകുദ്യാനം എന്ന് പറയുന്നത്. അതെല്ലാം പഴയ സിവിലൈസേഷന്റെ അവിടുത്തെ കഥകളിൽ പഠിക്കേണ്ടതാണ്. അപ്പൊ ബാബിലോണിയാണ്. നൂഹ് നബി അലൈഹി സ്വലാം നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ എവിടെയാണെന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹി സ്വലാം ഇറാഖിലെ ഇതേ കൂഫയിലാണ്, ഇതേ മെസപ്പൊട്ടോമിയയിലാണ്, ഇന്നത്തെ ഇറാഖിലെ കൂഫയിലാണ്. പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാമാണ് പിന്നെ വരുന്നത് ശേഷം കാലം. ഹൂദ് നബി അലൈഹി സ്വലാം അങ്ങ് സൗദി അറേബ്യയിലെ താഴെയുള്ള യമൻ ഭൂമിയിലെ യമനിലാണ് ഹൂദ് നബി അലൈഹി സ്വലാം വന്നിട്ടുള്ളത്. പിന്നെ സാലിഹ് നബി അലൈഹി സ്വലാം പഴയ അറബി പ്രവാചകന്മാരാണല്ലോ അവർ. സാലിഹ് നബി അലൈഹി സ്വലാം ഷാമിന്റെയും ഹിജ്റിന്റെയും ഇടയിലുള്ള പ്രദേശത്തിലാണ്. അത് സൗദി അറേബ്യയുടെയും ഷാമിന്റെയും ഇടക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പിന്നെ വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ താരീഖുമായിട്ട് പറയുമ്പോൾ ബാബിലോണിയയിലെ ഇതേ ബാബിലെ ഉർ എന്ന പ്രദേശവും, അവിടെ നിന്ന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈജിപ്തിലേക്ക് പോയതും അതിനുശേഷം കൻആനിൽ പോയതും ഇതാണ് നമുക്ക് താരീഖിൽ ലഭ്യമാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാഖ് താമസിച്ചിരുന്നത് ഫലസ്തീനിലാണ്, കൻആനിലാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആണെങ്കിലോ നമുക്കറിയാം മക്കയിലാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ താരീഖ് എടുത്താൽ ലൂത്ത് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നത് ജോർഡാനിലാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം ഫലസ്തീനിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ താരീഖ് നമുക്കറിയാം ഫലസ്തീനിൽ നിന്ന് സഹോദരന്മാർ കിണറ്റിലിട്ടിട്ട് അവിടുന്ന് പിറക്കിക്കൊണ്ടുവന്നത് ഈജിപ്തിലേക്കാണ്. അതിനുശേഷം ഷുഐബ് നബി അലൈഹി സ്വലാം ആണെങ്കിലോ അടുത്ത ജോർഡാനിൽ വരുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ അടുത്തായി വരുന്ന മദിയനിലാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം ഹൗറാനിലാണ്. ദുൽഖിഫിൽ അലൈഹി സ്വലാം വരുന്നത് ഷാമിൽ തന്നെയാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാം വരുന്നത് ഈജിപ്തിലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം വരുന്നത് ഫലസ്തീനിലാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഫലസ്തീനിലാണ്. ഇല്യാസ് നബി അലൈഹി സ്വലാം വരുന്നത് ഡമാസ്കസിലേക്കാണ്. അലൈഹി സ്വലാം ഡമാസ്കസിൽ തന്നെയാണ്. യൂനുസ് നബി അലൈഹി സ്വലാം വരുന്നത് ഇറാഖിലെ നീനവയിലാണ്. സക്കരിയ നബി അലൈഹി സ്വലാമും യഹ്യാ നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാം ഒക്കെ വരുന്നത് ഫലസ്തീനിലെ ഇതേ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ്. നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് സൗദി അറേബ്യയിലെ മക്കയിലാണ്. ഇപ്പൊ ഇത്രയും 25 പ്രവാചകന്മാരെ നാം മുമ്പിൽ വെച്ചാൽ അവരുടെ താരീഖ് പഠനം നടത്തുമ്പോൾ ഇത് ഓൺലി ഇൻ മിഡിൽ ഈസ്റ്റ്, ഇതിനപ്പുറം ഇല്ല. ഇവിടെ മാത്രമാണ് നിൽക്കുന്നത്, ഈ താരീഖ് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ ലോകത്തിലെ ഇത്രയും പ്രദേശങ്ങൾ, അപ്പുറത്ത് പോയാൽ ഈസ്റ്റ്, അങ്ങോട്ട് പോയാൽ ജപ്പാനുണ്ട്, അങ്ങോട്ട് വെസ്റ്റിൽ പോയാൽ അങ്ങ് അമേരിക്കയുണ്ട്, അപ്പുറത്ത് റഷ്യ ഉണ്ട്, ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളുടെ പ്രവാചകന്മാരെവിടെ? ഈ പ്രദേശങ്ങളുടെ പ്രവാചകന്മാരെ ഖുർആൻ എന്തുകൊണ്ട് പരാമർശിച്ചിട്ടില്ല? ഇത് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് പരാമർശിച്ചിട്ടില്ല? അപ്പോൾ അത് താരീഖിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനൊരു മറുപടിയും നാം കണ്ടുപിടിക്കണം. ഈ പഴയ സിവിലൈസേഷനുകളെ പറ്റി മാത്രം എഴുതിയ ഒരു വിൽ ഡ്യൂറാന്റ് എന്ന് പറയുന്ന
ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട്. സിവിലൈസേഷനുകൾ മാത്രം കന്നഡയിൽ ലഭ്യമാണ്. 11 വാള്യങ്ങളുണ്ട് ആ പുസ്തകം. 11 വാള്യങ്ങൾ, ഒരു 10-20,000 പേജുകളാവും എല്ലാം കൂടുമ്പോൾ. 11 വാള്യങ്ങളുണ്ട്. ഒരു വാള്യത്തിന് 1000 രൂപയുണ്ട്. കിട്ടുന്ന പഠിക്കാൻ താല്പര്യമുള്ള വാങ്ങാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. വിൽ ഡ്യൂറാന്റ് എന്ന് പറയുന്ന ഒരുത്തന് തൻ്റെ 20 വർഷത്തിൻ്റെ അവൻ്റെ അധ്വാനം കൊണ്ട് എഴുതിയ പുസ്തകമാണ്. അപ്പൊ അതിൽ ചില ഭാഗങ്ങളെല്ലാം കണ്ണോടിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്ന വിഷയം, അവിടെ ഒരു വിഷയം അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, ആരംഭകാലങ്ങളിൽ മനുഷ്യന്റെ ഇടപാട് അത് ടോട്ടൽ മിഡിൽ ഈസ്റ്റിലാണ്. മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളും അത് മിഡിൽ ഈസ്റ്റിലാണ്. ഇത് എന്തിനാ നാം പഠിക്കണം എന്ന് ചോദിച്ചാല്, നമ്മുടെ മുമ്പിൽ ആദം നബി അലൈഹി സ്വലാം എവിടെ? സൗദി അറേബ്യ. ഇന്ത്യ വിട്ടാൽ പിന്നെ നമുക്ക് താരീഖിൽ അവിടെ കാണുന്നത് മക്കയിൽ മാത്രമാണ്. വേറൊരു പ്രദേശത്തിൽ ആദം നബി അലൈഹി സ്വലാം പോയതായി കാണുന്നില്ല. പിന്നെ നൂഹ് നബി, പിന്നെ അതിന് ശേഷം വരുന്നത് ഇദ്രീസ് നബി അലൈഹി സ്വലാമിന്റെയും നൂഹ് നബി അങ്ങനെ ശീഷിന്റെ കാലം വരുന്നുണ്ട്. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെതാണ്. പിന്നെ വരുന്നത് നൂഹ് നബി അലൈഹി സ്വലാം. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം എന്ന് പറയുന്നത് അതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ അതുവരെയുള്ളവർ എല്ലാവരെയും നശിപ്പിച്ചു കളയുന്ന ഘട്ടമാണ്. കുറച്ചാളൊന്നുമല്ല. നൂഹ് നബി അലൈഹി സ്വലാം വരുന്നതിന്റെ ഇടയ്ക്ക് 10 തലമുറകളുണ്ട്. ഈ 10 തലമുറകൾ എന്ന് പറയുന്നതൊന്നും ചെറിയ സംഖ്യ ഒന്നുമല്ല. 10 തലമുറകളാകുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 10 തലമുറകൾ വരുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തായിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു കുറഞ്ഞ ഒരു വിഭാഗം മാത്രമാണ് കപ്പലിൽ കയറിയത്, ബാക്കിയെല്ലാം നശിക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ശേഷം രണ്ടാമതും പിന്നെ തുടങ്ങുകയാണ്. അതിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ ഹാമ്, യാമ്, യാഫസ് എന്ന് പറയുന്ന മക്കളിലൂടെ തുടങ്ങുകയാണ്. കനാന് വെള്ളത്തിൽ മുങ്ങിമറിക്കുകയാണ്. മറ്റുള്ള ഹാമിന്റെയും യാമിന്റെയും സാമിന്റെയും പിന്നെ യാഫസിന്റെയും അവരിലൂടെയാണ് എന്താക്കുന്നത്, തുടങ്ങുന്നത്. ഹാമ് കനാനാണ്. അപ്പോ സാമാണ്. അപ്പൊ സാം എന്ന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, അത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പേരാണ്. അതായത് ഈ സാമിന്റെ മക്കളാണ്. താരീഖ് ഞാൻ അങ്ങോട്ട് വരാം. സാമിന്റെ മക്കളാണ് ആര്? സാം എന്നവരുടെ മക്കളെ പറ്റിയാണ് സെമിറ്റിക്കുകൾ എന്ന് പറയുന്നത്. സെമിറ്റിക് സാധാരണ പറയാറുണ്ട്, സെമിറ്റിക് മതങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാം മതത്തെ പറ്റിയും യഹൂദ മതത്തെ പറ്റിയും ക്രിസ്തവ മതത്തെ പറ്റിയാണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ അത് എവിടെ നിന്നാണ് വരുന്നത്? സാമിന്റെ മക്കളിലൂടെയാണ്. പിന്നെ യാഫസിന്റെ മക്കളും അതുപോലെ തന്നെ പിന്നെ ഹാമിന്റെ മക്കളും അവരൊക്കെ വേറെ വേറെ ഭാഗത്തിലേക്ക് താമസിച്ചു. താരീഖിന്റെ കിതാബുകളിൽ ഓരോരോ റോമുകാരാരാണ്, മംഗോലിയക്കാരാരാണ്, ഇന്ത്യക്കാരാണ്, ഇങ്ങനെ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ബഹസുകളുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും ഈ ഇറാഖ്, ഇദ്രീസ് അലൈഹി സ്വലാം, നൂഹ് അലൈഹി സ്വലാം ഒക്കെ മറ്റുള്ള പ്രവാചകന്മാർ വന്ന ഈ പ്രദേശങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റാണ്. അപ്പൊ വിൽ ഡ്യൂറാന്റിന്റെ ഈ താരീഖിന്റെ സിവിലൈസേഷനെ പറ്റിയുള്ള പഠനത്തിൽ പറയുന്നത്, ആരംഭകാലത്തിലെ മനുഷ്യന്റെ വാസകേന്ദ്രവും മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നത് അതെവിടെയാണ്? അത് മിഡിൽ ഈസ്റ്റ് മാത്രമാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും? നമ്മുടെ ഗൾഫ് പ്രദേശങ്ങളെല്ലാം വരും, ബഹ്റൈൻ വരും, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, അത് UAE, ഈ പ്രദേശങ്ങളെല്ലാം വരും. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ, ഇറാഖ് വരും. അതുപോലെ തന്നെ ഷാമിന്റെ ഭാഗമാകുന്ന ഇസ്രായേൽ, ലബനാൻ, പിന്നെ ജോർഡാൻ വരും, യമൻ വരും, അതുപോലെ തന്നെ ഈജിപ്തും വരും. ഈജിപ്ത് ആഫ്രിക്ക ഖണ്ഡത്തിൽപ്പെട്ടതാണെങ്കിലും ഈജിപ്തും വരും, നോർത്ത് ആഫ്രിക്ക വരും, ടർക്കി വരും. ഇതെല്ലാം കൂടിയ പ്രദേശങ്ങളാണ്, ലെവൻറ്റ് കൂടിയ പ്രദേശങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് ആണ് മനുഷ്യന്റെ ഇടപാടിന്റെ കേന്ദ്രം എന്ന് എന്താക്കുന്നുണ്ട് അത്രയും. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രദേശത്തേക്കാണ് പ്രവാചകന്മാർ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഖുർആൻ അവതരണ സന്ദർഭത്തിൽ ഖുർആൻ മക്കയിൽ അവതരിക്കുമ്പോൾ അവർക്കറിഞ്ഞിരുന്ന പ്രദേശം അവരുടെ 2 ഭാഗങ്ങളാണ്. റിഹലത്തു ശിതാഇ വസ്സൈഫ്. റിഹലത്തു ശിതാഇ വസ്സൈഫ്. ഒന്ന് ഷിതാഇന്റെ രഹിലയാണ്, മറ്റൊന്ന് സൈഫിന്റെ രഹിലയാണ്. ഒന്ന് യമനിലേക്കാണ്, സൗത്തിലേക്കാണ് മക്കയിൽ നിന്ന്, മറ്റൊന്ന് നോർത്തിലേക്ക് അങ്ങ് എവിടെയാണ്? ഷാം വരെ.
ഷാം എന്ന് പറഞ്ഞാൽ അത് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന്റെ നെക്സ്റ്റ് പിന്നെ അറ്റ്ലാന്റിക് ആണ്, സമുദ്രമാണ്, അതിന്റെ അപ്പുറം ഇല്ല. ഷാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഫലസ്തീൻ വരെ വരും, ജോർഡാൻ വരും, സിറിയ വരും, ലെബനാൻ വരും. ഈ പ്രദേശങ്ങളൊക്കെ കൂടിയതാണ് എന്ത് ഈ ഷാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പരിസരമുള്ള പ്രദേശത്തിലുള്ള ആ പ്രവാചകന്മാർ അല്ലെങ്കിൽ അവിടുത്തെ താരീഖാണ് അവർക്ക് ബന്ധമുള്ളത്. അവർക്ക് ജപ്പാനിലേതോ പ്രവാചകൻ വന്നെന്നോ അല്ലെങ്കിൽ അമേരിക്കയിലേതോ പ്രവാചകൻ വന്നെന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾക്കുള്ള പ്രവാചകന്മാരെ പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. ഇന്ത്യയിൽ പറ്റിയ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന പ്രദേശങ്ങളുടെ പ്രവാചകന്മാരെ പറ്റിയാണ് എന്താക്കുന്നത് ഖുർആൻ പരാമർശിച്ചതും. അന്ന് അവിടെയാണ് ജനതാമസം ഉണ്ടായിരുന്നത്. അവിടെ ജനതാമസം ഉണ്ടായത് എന്ന് വെക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഇസ്ലാമിക താരീഖുമായിട്ട് ബന്ധപ്പെടുത്തണം. ഇസ്ലാമിക താരീഖുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള വഴികൾ എന്ത് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അത് സിവിലൈസേഷന്റെ പഠനത്തിലൂടെയാണ്. ഞാനൊരു 10 മിനിറ്റിൽ നമുക്ക് വിഷയങ്ങൾ നിർത്താം. ഒരു വലിയൊരു വിഷയമാണ്, ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിച്ചാല്. ഞാൻ ആദ്യം ഒരു ആയത്തോതി വെച്ചല്ലോ, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക മാ നുസബ്ബിതു ബിഹി ഫുആദക. ഫുആദിനിക്ക് സബാത്ത് കിട്ടും, നമ്മുടെ ഈമാൻ ഉറക്കും, ഇസ്ലാം ആണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലാകും. താരീഖാണ് നമ്മുടെ താരീഖാണ്. താരീഖ് ആർക്കുള്ളത്? താരീഖ് ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നും താരീഖില്ല. ഇത്രയും വ്യക്തമായി മനുഷ്യന്റെ ആരംഭം വരെ താരീഖിനെ പറയാൻ ആർക്കും കഴിയില്ല, നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ താരീഖിന്റെ പഠനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അപ്പൊ ആദ്യമായി മനുഷ്യൻ എവിടെ ഉണ്ടായി, മനുഷ്യൻ എവിടെ താമസിച്ചു, ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻ മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ ആണ്. മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ, ഈ മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ എന്ന് പറയുന്നത് തുർക്കിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ രണ്ട് നദികളുടെ നടുഭാഗം എന്നാണ് അതിന്റെ മാന. 2 നദികളുടെ ഗ്രീക്ക് ഭാഷയാണത്. ഗ്രീക്ക് ഭാഷയിൽ 2 നദികളുടെ മധ്യ, ഒന്ന് ഫുറാത്താണ്, യൂപ്രട്ടീസ് ആണ്, മറ്റൊന്ന് ദിജ്ല. യൂപ്രട്ടീസും അതുപോലെ തന്നെ ടൈഗ്രീസും ആണ്. ഈ 2 നദികളാണ്. ഈ 2 നദികൾ തുടങ്ങുന്നത് ടർക്കിയിലെ ഒരു കുന്നിൽ നിന്നാണ്. 2 തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് ടർക്കിയിൽ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങും. ടർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് അത് ഇങ്ങനെ എവിടെ വരും, ഇറാഖിലൂടെ ഇങ്ങനെ വന്നിട്ട് സിറിയയിൽ കടന്നിട്ട് സിറിയയിൽ നിന്ന് ഇങ്ങനെ ഇറാഖിൽ വന്നിട്ട് അത് നമ്മുടെ ഗൾഫ് കൊല്ലി എന്ന് ഗൾഫ് എന്ന് പറയുന്നത് കൊല്ലി എന്നാണ് കന്നഡത്തിൽ വരാം. ഗൾഫ് നമ്മുടെ UAE പോയാൽ അവിടെ സമുദ്രം കിട്ടും അല്ലെ. നമ്മുടെ സൗദി അറേബ്യയിൽ പോയാൽ കിട്ടുന്ന സമുദ്രം റെഡ് സീ ആണ്, ഇപ്പുറത്തുള്ള റെഡ് സീ ആണ്. അതിന് അപ്പുറത്ത് കിട്ടുന്ന ജുബൈലിൽ പോയാൽ സമുദ്രം കിട്ടും, അത് അതിന്റെ മറുവശമാണ്. അതാണ് മറ്റേ ഗൾഫ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ സമുദ്രം. ആ സമുദ്രത്തിലേക്ക് ചേരുന്ന ഈ ഭാഗമാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്താദ്യമായി മനുഷ്യൻ താമസിച്ചിരുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ നാം പഠിക്കൽ ആവശ്യമായ ഒരു വിഷയമാണ്. നമ്മുടെ ഈ പഠനം ഒരുപാട് അതിന്റെ ശാഖകളുണ്ട്. നമുക്ക് ഇത്രയും വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരേത് ഭാഷയിൽ സംസാരിച്ചു, അവരുടെ ഭാഷ ഏതാണ്? നാം സാധാരണയിൽ സുറിയാനി എന്ന് പറയുന്നു. അപ്പോൾ സിറിയക് ഭാഷയാണ്. മറ്റേ ഈജിപ്തിലേക്ക് വരുമ്പോൾ നാം ഹിബ്രു ഭാഷ സംസാരിക്കും. ഭാഷാ പഠനം, ഭാഷകൾ എങ്ങനെ ഉണ്ടായി. നമ്മുടെ ഹദീസുകളിൽ ഒരുപാട് ഭാഷകളെ പറ്റി, പ്രവാചകന്മാരുടെ ഭാഷയെ പറ്റി പറയുന്നുണ്ട്. ആരംഭത്തിലെ പ്രവാചകന്മാർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അവരുടെയൊക്കെ ഭാഷ സുറിയാനി ഭാഷയാണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അറബി ഭാഷ എന്നൊക്കെ നമുക്ക് താരീഖിൽ നോക്കിയാൽ കാണാം. അപ്പൊ സുമേരിയയിൽ, നമ്മുടെ ഇവിടെ മെസപ്പൊട്ടോമിയയിൽ പോയാൽ അവിടെ ആദ്യം താമസിച്ചിരുന്നവർ സുമേരിയൻസ് ആണ്. അപ്പൊ ഞാൻ ഈ വിൽഡ്യൂറാണ്ടിന്റെ പുസ്തകം ഇങ്ങനെ നോക്കിയപ്പോൾ സുമേരിയൻ ആ പ്രദേശത്തിലുള്ള അതിനെപ്പറ്റി പഠിച്ചപ്പോൾ സുമേരിയൻസ് എവിടെ നിന്ന് വന്നു അറിയില്ല. എവിടെ നിന്ന് വന്നിട്ടുണ്ടാകാം? അറേബ്യയിൽ നിന്ന് വന്നിട്ടുണ്ടാകാം, സാധ്യതകൾ പറയുന്നു. അറേബ്യയിൽ നിന്ന് എങ്ങനെ വരാ? അറേബ്യയിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മറുപടി പറയാം.
എവിടെ നിന്ന് വന്നറിയില്ല. സുമേരിയക്കാർ, സുമേരിയാണ് ഏറ്റവും പഴക്കം ചെന്നത്. അതിനുശേഷം അവിടെ അക്കാഡിയൻസ് വന്നു. അതിനുശേഷമുള്ളതാണ്, അതായത് ആ പ്രദേശങ്ങളെല്ലാം ഏറ്റവും ഖുർആനിന്റെ ഒരു ഇതും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഖുർആന് ചില പ്രദേശങ്ങളുടെ പേരുകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ പേരുകൾ ഒന്ന്, ഏറ്റവും അൽ-ബഖറ സൂറയിൽ ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത. ആദ്യമായി തുടങ്ങുന്നത് അവിടെയാണ്. മനുഷ്യന്റെ തുടക്കത്തിന്റെ പ്രദേശമാണ് ആദ്യമായിട്ട് അവിടെ പരാമർശിക്കുന്നത്. അപ്പൊ നാം സാധാരണ മന്ത്രിക്കാൻ ഈ ആയത്തിന് ഉപയോഗിക്കും. അതേ സന്ദർഭത്തിൽ ഇവിടെയുള്ള ബാബിൽ, എന്താണ് ഈ ബാബിൽ? ഏറ്റവും പഴയ സംസ്കാരം, ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരം. ഈ ബാബിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉർ ഉള്ളത്. ഈ ബാബിലിന്റെ അടുത്ത പ്രദേശമാണ് നിമ്രൂദ് എന്ന് പറയുന്ന പ്രദേശം. ഞാൻ സാധാരണ നിമ്രൂദ്, ഇബ്രാഹിമും നമ്രൂദ് എന്ന് പറയും. നിമ്രൂദ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അതിന്റെ പ്രദേശത്തുള്ളത്. ഉർ എന്ന് പറയുന്ന പ്രദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിച്ച സ്ഥലമാണ്. ഇന്നും മാപ്പിൽ കാണുന്ന ഒരു പേരാണ് ഉർ എന്ന് പറയുന്ന ബാബിലോണിലെ പ്രദേശം ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ ഏറ്റവും ആ സ്ഥലം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് ആണ്, രണ്ടാമത്തെ സിവിലൈസേഷൻ ആണ് ഈജിപ്റ്റ് സിവിലൈസേഷൻ. ഈജിപ്തിലെ സിവിലൈസേഷൻ ഈ സിവിലൈസേഷനുകൾക്കെല്ലാം, ഈ നാഗരികതകൾക്കുള്ള പ്രായം BC ഒരു 4000 വർഷങ്ങളാണ്. അപ്പൊ 4000 മറ്റേത് കൂടിയാൽ ഒരു 6000 വർഷം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം താമസിച്ചതുണ്ടായിരിക്കാം. എല്ലാം കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ 8000 വർഷങ്ങൾക്ക് അപ്പുറം ഒരു സിവിലൈസേഷനും പോകുന്നില്ല. അങ്ങനെ മറ്റൊരു പ്രദേശമാണ് മിസ്ർ, രണ്ടാമത്തെ ഒരു സിവിലൈസേഷൻ്റെ ആണ്. മറ്റൊരു പ്രദേശമാണ് മക്ക. മക്ക പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മദീനയെ പറ്റി പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യമനിലെ സബഇന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പേരുകളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സിവിലൈസേഷൻ ആകുന്ന മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ, ഈ മെസപ്പൊട്ടോമിയ സിവിലൈസേഷനെ പറ്റി നാം പഠിക്കുക. അത് ഇപ്പോ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതിൽ നമുക്ക് ആദ്യം എഴുത്ത് എവിടെ നിന്ന് തുടങ്ങി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം എഴുത്ത് തുടങ്ങിയത് മെസപ്പൊട്ടോമിയയിലാണ്. അവ്വലു മൻ ഖത്ത ഇദ്രീസു. ആദ്യമായിട്ട് എഴുതിയതാരാണ്? ഇദ്രീസ് അലൈഹിസ്സലാമാണ്. അപ്പൊ ഇദ്രീസ് അലൈഹിസ്സലാം ആദ്യമായിട്ട് എഴുതി ലോകത്തിൽ ആദ്യം എഴുത്തു തുടങ്ങിയത് മെസപ്പൊട്ടോമിയയിലാണ്. ടച്ച് ചെയ്യുമ്പോൾ, അത് ഒന്നിച്ചു വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇത് ശരിയാ, അത് നമ്മുടെ താരീഖിന്റെ അടുത്ത് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇദ്രീസ് അലൈഹിസ്സലാം താമസിച്ചത് ഇതേ മെസപ്പൊട്ടോമിയയിലാണ്. ദീർഘമായ ഇതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ നമുക്കവിടെ വരുന്ന ആ സംസ്കാരത്തിന്റെ മെസപ്പൊട്ടോമിയയുടെ അവസാനമാണ്. മെസപ്പൊട്ടോമിയയുടെ അവസാനം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിലെ ഒരു അക്രമിയായ രാജാവ്. നാം സാധാരണയിൽ പറയാറുണ്ട്, നമ്മുടെ താരീഖിന്റെ കിതാബിൽ പറയാറുണ്ട്, ബുഖ്തു നസർ എന്ന് പറയാറുണ്ട്. ലോകം ഭരിച്ച 4 ആളെ പറ്റി പറയാറുണ്ട്. പക്ഷെ അത് ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇരിക്കട്ടെ. ബുഖ്തു നസർ എന്ന് പറയുന്നത്, ബുഖ്തു നസർ ഭരിച്ചത് ഇവിടെയാണ്. ഇത് കാൽഡിയൻ ഡൈനസ്റ്റിയുടെ ആളാണ്. കാൽഡിയൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബാബിലോൺ, രണ്ടാമത് ബാബിലോണിയന് 2 താരീഖുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നതാണ്. ആരാണ് ഈ ബുഖ്തു നസർ എന്ന് പറഞ്ഞാൽ? അത് കിതാബിൽ താരീഖിന്റെ കാണാം. നബൂഖുദ് നസ്ർ ആണ്. നബൂഖുദ് നസ്ർ. ഈ നബൂഖുദ് നസ്ർ പോയി നെബൂഖദ്നേസർ എന്നായിട്ടുണ്ട്. നെബൂഖദ്നേസർ ബൈബിളിലെല്ലാം പേര് പറഞ്ഞിട്ടുള്ളത് നെബൂഖദ്നേസർ എന്നാണ്. അക്രമിയായ രാജാ. നെബൂഖദ്നേസർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ഇതെല്ലാം ലിങ്ക്ഡ് താരീഖുകളാണ്, ചരിത്രം. നെബൂഖദ്നേസറിന്റെ താരീഖ് ഇങ്ങോട്ട് വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് ഫലസ്തീനിലേക്ക്, കൻആനിലേക്ക് ബനു ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുപോയ താരീഖ് ബന്ധപ്പെടും. ബനു ഇസ്രായേലുകാർ അവിടെ താമസിച്ചത് ബന്ധപ്പെടും. ബനു ഇസ്രായേലുകാർ അവര് 12 ഭാഗങ്ങളിലായി 12 കുലങ്ങൾ താമസിച്ചത് വലിയ താരീഖിന്റെ വലിയൊരു ഭാഗമാണ്. അപ്പൊ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ നെബൂഖദ്നേസറാണ് വന്നിട്ട് ഇവരൊക്കെ നശിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് ബൈബിളിൽ അക്രമിയായ രാജാവ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. നെബൂഖദ്നേസറിനെ പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നെബൂഖദ്നേസറിന്റെ ഒരു താരീഖ് അവിടെ വരുന്നുണ്ട്. അതിനുശേഷം അവിടേക്ക് വരുന്നത് ഒരു മൊത്തത്തിൽ ഒരു ഈ മെസപ്പൊട്ടോമിയ എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ ഇറാഖിന്റെ ഒരു താരീഖ് നമുക്ക് പഠനത്തിന് വിധേയമാക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം പർഷ്യൻ രാജാവ്, പർഷ്യൻ സാമ്രാജ്യം കെട്ടിപ്പടിച്ച സൈറസ്, ബൈബിളിൽ കോറസ് എന്ന് പറഞ്ഞ സൈറസ് ആണ്. സൈറസ് രാജാവ് സാധാരണയിലെ ഈ സൈറസ് രാജാവ് ഒരു നീതിമാനായ രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. സൈറസിന്റെ പറ്റി പറയുമ്പോൾ അവനിക്ക് 2 കൊമ്പുകൾ അവനിങ്ങനെ തലയിൽ വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ആധുനിക ചരിത്രകാരന്മാര് അൽ കഹഫിൽ പറഞ്ഞ ദുൽഖർനൈനി ഈ സൈറസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പല താരീഖിന്റെ കിതാബുകളിൽ ദുൽഖർനൈനെ പറ്റി ഇസ്കന്ദർ ആണെന്ന് പറയുന്നത്. ഇസ്കന്ദർ അലക്സാണ്ടർ രാജാവാണ്. അലക്സാണ്ടർ രാജാവ് അവന് 33 വർഷക്കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അലക്സാണ്ടർ ഒരു ബഹുദേവാരാധകനാണ്. അക്രമികളെല്ലാവരും രാജാക്കന്മാരെ അധികം അക്രമികൾ തന്നെയാണ്. അതേ സന്ദർഭത്തിൽ അലക്സാണ്ടർ ചില തഫ്സീറിന്റെ കിതാബിൽ കാണാനുണ്ട് അത് അലക്സാണ്ടർ ആണ്, ഇസ്കന്ദർ രാജാവാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇസ്കന്ദർ രാജാവിന്റെ താരീഖ് പഠിച്ചപ്പോൾ അവൻ ബഹുദേവാരാധകനാണ്. അതുപോലെ തന്നെ അപ്പൊ സൈറസ് യഹൂദികൾക്ക് മോചനം നൽകിയവനാണ്. യഹൂദികളുടെ താരീഖിലിങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഷയമാണ് യഹൂദികൾ. അത് ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് ഇസ്രായേല് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്, അല്ലെ? ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ ഏതാണ്? ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ അവർ തന്നെയാണ്. ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് അവര് മുസ്ലിമീങ്ങളുമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വൈരത്വം ഉണ്ടായി? അവിടൊക്കെ താരീഖുകൾ എന്ത്? അവരൊക്കെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തിലേക്ക് ഓടിക്കപ്പെട്ടു? മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ കൂട്ടിക്കൊണ്ടുവന്നു. വലിയ താരീഖിന്റെ ടച്ചുള്ള വിഷയമാണത്. ഈജിപ്തിലേക്ക് എങ്ങനെ അവർ വന്നു? ഈജിപ്തിൽ നിന്ന് അവർ എങ്ങനെ താമസിച്ചു? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവും മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുപോയതും ഒരു ചെറിയ മിനിറ്റുകളിൽ ഞാൻ പറഞ്ഞത് ഒരു മുൻനുടിയാണല്ലോ, നമ്മൾ ആമുഖമാണല്ലോ. വിഷയത്തിലേക്ക് ഒരു സൂചന മാത്രം നൽകാം. ഇരിക്കട്ടെ, ഇറാഖിൽ അതിനുശേഷം സൈറസ് വന്നു, അതിനുശേഷം അലക്സാണ്ടർ വന്നു. അതിനുശേഷം അവരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഖിലാഫത്തുർ റാഷിദൂൻ അത് വരുന്നത്. 632 AD 632 വരെയുള്ള പല ഘട്ടങ്ങളായ അവരുടെ താരീഖുകൾ. സൈറസിന്റെ ശേഷം വന്ന അലക്സാണ്ടർ, അതിനുശേഷം സെലൂസിയുടെ എംപയർ, പാർത്തിയനുകൾ, സാസാനിയൻസ്, അതിനുശേഷം ഖിലാഫത്തുർ റാഷിദൂൻ വന്നു, അതിനുശേഷം ഉമവിയാകൾ വന്നു, അതിനുശേഷം അബ്ബാസിയ ഖിലാഫത്ത് നടന്നു, അതിനുശേഷം ഉസ്മാനിയ ഖിലാഫത്ത് വന്നു. അതിനുശേഷം ഉസ്മാനിയ ഖിലാഫത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അതിനെ കയ്യിലെടുത്തു എന്ന് പറയുന്ന ഒരു ഉസ്മാനിയ ഖിലാഫത്തിനെ പറ്റിയുള്ള വലിയൊരു പഠനത്തിലൂടെ ഇറാഖ് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. നമ്മുടെ അമ്പിയാക്കന്മാരുടെ താരീഖൊക്കെ അതിന് ടച്ച് ചെയ്തു. നാം പഠിപ്പിക്കേണ്ട വിഷയമാണ്. ഞാൻ ചുരുക്കട്ടെ. ഇനി നമുക്ക് പ്രധാനമായി നിൽക്കുന്ന 2 വിഷയങ്ങളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരവോടുകൂടെ ആ ജനന വിഷയങ്ങളൊക്കെ സംബന്ധമായിട്ട് നമ്മൾ താരീഖുകൾ, നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ 2 വിഷയം നമ്മൾ പറയും. ഒന്ന് റോം സാമ്രാജ്യം, മറ്റൊന്ന് പർഷ്യൻ സാമ്രാജ്യം. നാം മീലാദിന്റെ ഇതിലൊക്കെ പറയാറുണ്ടല്ലോ, കിസ്ര, കൈസർ, ഞെട്ടി വിറച്ചു, സാവ തടാകം എന്നൊക്കെ. നമുക്ക് എവിടെ അറിയില്ല ഈ സാവ തടാകം എവിടെയാണുള്ളതെന്ന് അറിയില്ല. ഈ കിസ്ര എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല, കൈസർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. അവ എങ്ങനെ പറയലാണ്. അപ്പൊ കിസ്ര, കൈസർ അത് രണ്ട് വലിയ. കിസ്ര എന്ന് പറഞ്ഞാൽ സീസറാണ്, കൈസർ എന്ന് പറഞ്ഞാൽ കുസ്രോ ആണ്. സീസറിന്റെ ചരിത്രം ഒരു ഭയങ്കര ചരിത്രമാണ്. സീസർസിന്റെ ചരിത്രം, കിസ്ര ചരിത്രം, റോമിന്റെ ചരിത്രം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനകാലത്തുണ്ടായിരുന്നത് 2 വലിയ ശക്തികളാണ്. ഒന്ന് റോം സാമ്രാജ്യം 2ആയി പിളർന്നു. ഈസ്റ്റ് ഭാഗത്തിലുണ്ടായിരുന്ന ബൈസാന്റിയൻ സാമ്രാജ്യമാണ് ഒന്നുണ്ടായിരുന്നത്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമുണ്ടായിരുന്നത് ഇസ്താംബുലിൽ വെച്ചിട്ടാണ്.
ഇസ്താംബുളിൽ വെച്ചിട്ടാണ്. ഇസ്താംബുളിനെ കീഴടക്കുന്ന ചരിത്രങ്ങളെല്ലാം നാം ഉസ്മാനിയ ഖിലാഫത്തിനെ മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. 1453 ഇസ്താംബുളിലെ എന്താക്കുന്നത്, അതിനെ കീഴടക്കുന്നത്, മുസ്ലിമീങ്ങളെ കീഴടക്കുന്നത്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്താംബുളിനെ, ഈ കിസ്തന്തൂനിയായെ കീഴടക്കുന്നവരെ പറ്റി നിഅമൽ അമീർ എന്ന് പറഞ്ഞിട്ട് മദ്ഹ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഖിലാഫത്തിന്റെ കാലം മുതൽ ഒരുപാട് രാജാക്കന്മാരെ, ഭരണാധികാരികൾ അതിന് ശ്രമിച്ചെങ്കിലും അത് മുഹമ്മദുൽ ഫാത്തിഹിന്റെ കാലത്ത് 1453 അതെന്താകുന്നത്, ഫതഹാകുന്നത്. അത് ഫതഹാകുന്നത് ലോക ചരിത്രത്തിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇസ്താംബുൾ ഫതഹാക്കലോട് കൂടെ മുഹമ്മദുൽ ഫാത്തിഹ് യൂറോപ്യൻസിനുള്ള വഴികളെ, ഏഷ്യയിലേക്കുള്ള വഴികളെ അങ്ങ് തടയുകയും, അത് തടഞ്ഞതിനു ശേഷമാണ് 1498 വെച്ച് അത് വഴിയില്ലാത്തത് കൊണ്ടിട്ട് വാസ്കോഡഗാമൻ യൂറോപ്പിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്, ഇത് കടലിലൂടെ സമുദ്രത്തിലൂടെ എത്തുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇരിക്കട്ടെ, ഇത് ഈ രണ്ട് ശക്തികളെ പറ്റി പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് റോമൻ സാമ്രാജ്യവും പെർഷ്യൻ സാമ്രാജ്യവും. പെർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇറാൻ കേന്ദ്രമാക്കിയിട്ടുള്ള സാമ്രാജ്യമാണ്. മജൂസികളുടെയും ബഹുദേവാരാധകരുടെയും സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അത് ആദ്യം റോമൻ സാമ്രാജ്യത്തിന്റെ തുടക്കം അത് ബഹുദേവാരാധകരായിരുന്നു. അതിനുശേഷം അവര് പിന്നെ ക്രിസ്തു മതത്തിലേക്ക് മാറിയ ഒരു സംഭവം ഉണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന് ശേഷം വരുന്ന ഒരു രാജാവാണ് എന്താക്കുന്നത്, ക്രിസ്തു മതത്തിലേക്ക് മാറിയുള്ള ഒരു താരീഖുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. ഇരിക്കട്ടെ, നമുക്കവിടെ താരീഖിന്റെ മുഖ്യമായ ഭാഗം വരുന്നത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കളോടൊപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആഹ്വാനം അനുസരിച്ചിട്ട് മിസ്രിലെത്തുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം അവർക്ക് താമസിക്കാൻ ഒരു പ്രത്യേകമായ ഒരു പ്രദേശത്ത് താമസിക്കാൻ അവിടെ നിർത്തുന്നു. 70 പേരാണ് അന്ന് അവർ വന്നിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് 70 പേരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെയും മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇടക്കുള്ളത് 400 വർഷങ്ങളാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ലാവ എന്ന് പറയുന്ന അവരുടെ സന്താന പരമ്പരയിലാണ് ആര് വരുന്നത്, മൂസാ നബി അലൈഹി സ്വലാം, മൂസ ഇബ്നു ഇമ്രാൻ, മൂസാ നബി അലൈഹി സ്വലാം വരുന്നത്. അങ്ങനെ 400 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട്. ഈ 400 വർഷങ്ങളില് ഈ ഈജിപ്റ്റ് ഫുള്ളായി മൊത്തത്തിൽ അവിടെ ആള് നിറഞ്ഞു. ആര് നിറഞ്ഞു? ബനു ഇസ്രായേൽ ആൾ നിറഞ്ഞു. 400 വർഷങ്ങളില് ലക്ഷക്കണക്കിൽ ആൾ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ടോ? കണക്കുകൂട്ടി 70 ആള് ഓരോ തലമാര അങ്ങോട്ട് കൂട്ടിയാല് ലക്ഷക്കണക്കിൽ ആളവിടെ ഉണ്ടാകും. ഞാനത് ഇവിടെ കണക്ക് കൂട്ടി സമയം കളയുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ പറയട്ടെ, അവിടെയുള്ള നാട്ടുകാരെ പറ്റിയാണ് കിബുത്തികൾ എന്ന് പറയുന്നത്. കിബുത്തി അവരുടെ പേരല്ല, മാരിയത്തുൽ കിബുത്തിയ കേട്ടിട്ടുണ്ടല്ലോ. മിസ്രിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് മാരിയത്തുൽ കിബുത്തിയ. അവിടുത്തെ വെള്ളാട്ടി പെണ്ണാണ്. അങ്ങനെ മാരിയത്തുൽ കിബുത്തികൾ മിസ്ർ ഹാജർ ബീവി, ഹാജർ മിസ്റുകാരത്തെയാണല്ലോ. അങ്ങനെ ഈ കിബുത്തികള് അവർ പേടിച്ചു. വലിയ താരീഖാണത്. അവർ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധം ഉണ്ടാകുമ്പോൾ ബനു ഇസ്രായേലുകാർ അവരെ സഹായിക്കുമോ എന്ന് പേടിച്ചു. അത് കാരണത്താൽ അവരെ അടിമകളാക്കി വെച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം വന്നു, അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് റെഡ് സീ കടന്നിട്ട് അവർ സീനാ പർവ്വതത്തിൽ പോയി. 1.5 വർഷത്തിന്റെ ഉള്ളിൽ അവർ അൽ അർദുൽ മുഖദ്ദസ, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ഭൂമി പ്രദേശമാണത് അൽ അർദുൽ മുഖദ്ദസ. ഷാം ഭൂമിയാണത്. അങ്ങനെ അവിടേക്ക് വന്ന് അവർ അവിടെ എത്തി. ചുരുക്കട്ടെ, സീനാ പർവ്വതത്തിലെത്തി. സീനാ പർവ്വതത്തിൽ 1 വർഷവും 4 മാസമാകുമ്പോഴേക്കും അവർ അവരുടെ ആ അർദുൽ മുഖദ്ദസയിൽ കടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മൂസാ നബി അലൈഹി സ്വലാം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവരിൽ നിന്ന് 12 ആളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ ഈ 12 അവരുടെ ഇതിൽ സാധാരണ വരുന്നുണ്ട്. അതിന് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളെ, 12 കുലങ്ങള്, 12 ഉറവകള് നിങ്ങൾക്കറിയാലോ, ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ 12 ആളെ തെരഞ്ഞെടുത്ത് ജാസൂസിനെ അയച്ചു. അവരിൽ നിന്ന് 12 ആൾ വന്നിട്ട് പറഞ്ഞു, അവിടെ അമാലിക്കത്ത് ജബ്ബാരിങ്ങള് ഭയങ്കര തടിയാണ്, അവർ ഭയങ്കര നീളമാണ് എന്ന് പറഞ്ഞിട്ട് പേടിച്ചു. അതേ സന്ദർഭത്തിൽ യൂഷ ഇബ്നു നൂന്
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുണ്ടായിരുന്ന ഫത അൽ കഹഫിൽ പറഞ്ഞ ഫത യൂഷാ ഇബ്നു നൂനും അതുപോലെ തന്നെ ഒരു കാലബ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രം പറഞ്ഞു, ഇല്ല നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അവിടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള 10 പേരുകൾ വന്നിട്ട് മൊത്തം ബനു ഇസ്രായേലിനെ അവരെ പേടിപ്പിച്ചു. അങ്ങനെ അവർ പേടിച്ചു, നീയും മൂസ നീയും ഇദ്ഹബ് അൻത വറബ്ബുക, നീയും റബ്ബും പോയിക്കോ, അവരോട് ഇത് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ഇരിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഖുർആനിലൊക്കെ പറഞ്ഞ താരിഖാണ്, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ആ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചു. യതീഹൂന ഫിൽ അർള്, അവര് 40 വർഷക്കാലം സീനായ് മരുഭൂമിയിൽ ചുറ്റി തിരിയാൻ വേണ്ടിയിട്ട് ശപിച്ചു. നോർത്തിലേക്ക് പോകേണ്ട ബനു ഇസ്രായേൽക്കാർ സൗത്തിലേക്ക് വന്നു. സൗത്തിൽ അത് ത്രികോണാകൃതിയിലാണ് ഈ സീന ഉള്ളത്. അതിന്റെ താഴെ ഭാഗത്തിൽ വന്നു. അതിന്റെ ഏറ്റവും താഴെ ഭാഗത്തിലാണ് റെഡ് സീയുടെ 2 ഭാഗം ഇങ്ങനെ കവളകളായ 2 ഭാഗത്തേക്ക് പോകുന്നത്. അത് ഒന്ന് അക്കബയാണ്, മറ്റൊന്ന് സുയേസ് കാലുവയുടെ ഭാഗമാണ്. ഇത് രണ്ടും ജോയിന്റ് ആകുന്ന പ്രദേശമാണ് മജ്മഉൽ ബഹ്റൈൻ. ആ മജ്മഉൽ ബഹ്റൈനിൽ വെച്ചിട്ടാണ് ഖിദ്ർ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുന്നത്. ഈ വഴിക്കെല്ലാം വന്നു. അങ്ങനെ 40 വർഷം അവർ ചുറ്റി അലഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം താരീഖുകൾ, നമ്മൾ കുറേ കഥകളെല്ലാം കേട്ടതുണ്ട്. അതിന് തർത്തീബുകളില്ല. പക്ഷെ താരീഖ് കറക്റ്റ് ഒന്ന് പഠിച്ചാൽ ഈ തർത്തീബുകളെല്ലാം കിട്ടും. മൂസാ നബി അലൈഹി സ്വലാം ഖിദ്ർ അലൈഹി സ്വലാമിന്റെ സംഭവം നടക്കുന്നത് ഇതേ സീനാ ഭൂമിയിലാണ്. ഖുർആനിൽ അൽ-ബഖറ സൂറത്തിൽ പറഞ്ഞ അൽ-ബഖറയുടെ സംഭവം അത് നടക്കുന്നത് ഇതേ വഴിയിൽ വെച്ചിട്ടാണ്. ബൽഅം ഇബ്നു ബഊരിന്റെ കഥ നടക്കുന്നത് അതും ഇതേ പ്രദേശത്തിൽ വെച്ചിട്ടാണ്, ഈ വഴിയിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൽ നടക്കുന്നു. ചുരുക്കട്ടെ, അവരങ്ങ് എത്തി. 40 വർഷം കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുമ്പോഴും ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാം മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം യൂഷാ നബി അലൈഹി സ്വലാമിന് അധികാരം കൊടുത്തു, എല്ലാ ഉപദേശങ്ങളും കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാമും മരണപ്പെട്ടു. അവരാരും അൽ അർദുൽ മുഖദ്ദസയുടെ ഉള്ളിലേക്ക് അന്ന് കടക്കാൻ സാധിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം അതിന്റെ അടുത്തുവരേക്ക് എത്തി. അതിന്റെ യൂഷാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. അവിടെ മറ്റൊരു വിഷയമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോ ഭാര്യയും മക്കളെയും വിട്ടിട്ട് പോയതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് 2 മക്കളുണ്ട്. ഭാര്യ ഗർഭിണിയുമാണ്. ഗർഭിണിയായ ഭാര്യയും വിട്ടിട്ടാണ് എവിടേക്ക് പോയത്? അവിടെ ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞിട്ട് തീയെടുക്കാൻ പോയത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് ഭാര്യയും മക്കളെയും ഓർമ്മയില്ല. ഭാര്യയും മക്കളും പിറ്റേന്ന് അവരെ കാത്ത് പിന്നെ നാട്ടുകാരോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആടുമേയ്ക്കുന്നവരെ പരിചയക്കാരെ കണ്ട് അവർ ഷുഹൈബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് വാപ്പയുടെ അടുക്കൽ മടങ്ങി. അവർ മടങ്ങി വരുന്നത് ഈ സീനാ പർവ്വതത്തിൽ സീനാ ഭൂമിയിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് അവർ മടങ്ങി വരുന്നത്. അങ്ങനെ കഥകൾ അങ്ങനെ നീളുന്നു പോകുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം വഫാത്തായി. യൂഷാ നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ അവർ തുടങ്ങി. അങ്ങനെ പിന്നെ യൂഷാ നബി അലൈഹി സ്വലാമിന്റെ ആ വഴിയിൽ വെച്ചിട്ടാണ് കുറെ കഥകൾ, സാമിരിയുടെ കഥകൾ നടക്കുന്നത്. പിന്നെ പർവ്വതം അവരുടെ മേലിൽ ഉയർത്തി കാണിക്കുന്നത്, മന്ന് സൽവയുടെ കഥകളൊക്കെ അവിടെയാണ്. പിന്നെ അതിനുശേഷം തീഹിലേക്കെല്ലാം ചുറ്റി നടന്നു. അതിനുശേഷമാണ് അവര് മൂസാ നബി അലൈഹി സ്വലാം യൂഷാ ഇബ്നു നൂൻ, യശോവ പ്രവാചകൻ എന്ന് പറയും, ക്രിസ്ത്യാനികൾ പറയും, യശോവ പ്രവാചകൻ എന്ന് പറയും. യൂഷാ ഇബ്നു നൂനെ ഉത്തരവാദിത്തപ്പെടുത്തി. അങ്ങനെ യൂഷാ ഇബ്നു നൂന്റെ ശേഷം ന്യായാധിപന്മാർ എന്ന് പറയപ്പെടുന്ന അസ്റുൽ ഖുലാത്ത്, കാളിമാരുടെ ഭരണം. കാളിമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രൂപത്തിലുള്ള കാളിമാരല്ല, ഓരോരോ പ്രദേശങ്ങൾ. അതായത് അന്ന് 12 മക്കൾക്ക് വേണ്ടിയിട്ട് 12 കുലങ്ങൾക്ക് വേണ്ടിയിട്ട് 12 ഭാഗങ്ങൾ എന്താക്കിയിരുന്നു മൂസാ നബി അലൈഹി സ്വലാം ഓതി വെച്ച് കൊടുത്തിരുന്നു. ഏത്? കൻആൻ ഭൂമിയിൽ. അന്നത്തെ പേര് കൻആനാണ്. കെനോൻ എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. കുറെ കമ്പനികളെല്ലാം ഉണ്ടല്ലോ, കെനോൻ ക്യാമറ ഉണ്ടത്, അതൊക്കെ കൻആനാണ്, അവരുടെ ഇസ്രായേൽക്കാരുടെയാണത്. അങ്ങനെ കാളിമാരുടെ ഭരണം 400 വർഷക്കാലം. പിന്നെ ഓരോരോ ഭാഗത്തിൽ ന്യായാധിപന്മാരുടെ അടുത്ത് വരുന്നുണ്ട്, പ്രവാചകന്മാർ വരുന്നില്ല. അവരിൽ ഇത് അവസാനത്തെ പ്രവാചകന്മാരായി വരുന്നത് ഷംവീൽ നബി അലൈഹി സ്വലാമാണ്. അതിന്റെ ഇടയ്ക്ക് പറയട്ടെ, ഒരു ഷംഷൂനിന്റെ ഒരു കഥ അതിൻ്റെ ഇടയിൽ വരുന്നത്. ഷംഷൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നാം സാധാരണയിൽ മറ്റേ സൂറയിൽ ലൈലത്തുൽ ഖദറിന്റെ കഥ പറയുമ്പോൾ, ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുമ്പോൾ ഒരു ഷംഊനുൽ ഗാസിയുടെ കഥ പറയാറുണ്ട്. ഷംഊനുൽ ഗാസിയുടെ കഥ ആരാണ്? ആ ഷംഊനുൽ ഗാസി ഇതേ ബനു ഇസ്രായേൽ പറയുന്ന ഈ ഷംഷൂനാണ്. ആ കഥകൾ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഈ മുടിയുടെ ഒരു രഹസ്യം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത കഥ പറയുന്നുണ്ടല്ലോ, വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അത് അറിയുന്നതാണ്.
അത് ഈ നടക്കുന്നത് ഈ ശംഷൂൻ എന്ന് പറയുന്ന ഈ ബനു ഇസ്രായേൽക്കാരിലെ ഈ ഒരു അവരുടെ നേതാവായ അവരെ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. ഇരിക്കട്ടെ, പിന്നെ വരുന്നത് ശംവീൽ നബി അലൈഹിസ്സലാമാണ്. അപ്പോ അവിടെയെല്ലാം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയുടെ ഒരു താബൂത്ത്, ഖുർആനിൽ പറയുന്നുണ്ടല്ലോ താബൂത്തിന്റെ കഥ. മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് ലഭ്യമായിരുന്ന പലകകള്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു ബറക്കത്തിന്റെ ഒരു പെട്ടി, അത് അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അത് ആരാണ് കൊണ്ടുവരുന്നത്? താലൂത്താണ് കൊണ്ടുവരുന്നത്. ബൈബിളിൽ ഷാവുൽ എന്ന് പറയപ്പെടുന്ന താലൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ചുരുക്കട്ടെ, താലൂത്ത് അവരുടെ ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാം വരുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ശേഷം താലൂത്ത് മരണപ്പെടുന്നുണ്ട് യുദ്ധത്തിലായി. സുലൈമാൻ നബി അലൈഹി സ്വലാം അതിന് ശേഷം വരുന്നുണ്ട്. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം അവർ ഉള്ളിൽ വന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് യുദ്ധങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവരെല്ലാം ഒന്നിച്ച് ദാവൂദ് നബി അലൈഹി സ്വലാം മൊത്തം പ്രദേശത്തെ ഒറ്റ വ്യക്തിയായി ഭരിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ തന്നെ ഭരിച്ചു. അതേ സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മകൻ റഹബാമാണ് അതിനുശേഷം ഭരിക്കാൻ വരുന്നത്. റഹബാമിന്റെ കാലത്തിൽ അവർക്ക് യോജിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അത് കൻആനെ രണ്ട് ഭാഗമായി. ഒരു ഭാഗം അത് ജൂദായ എന്ന് പറയുന്ന ജൂദായന്റെ സന്താനവും മറ്റൊന്നും ബെഞ്ചമീന്റെ സന്താനവും. അവരാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ബുന്യാമീൻ, അതാണ് ബെഞ്ചമീൻ. ഇവരുടെ സന്താനവുമായിട്ട് വെച്ചു. മറ്റ് 10 ഭാഗം വേറെ ഒരു വ്യക്തിയുടെ കയ്യിൽ, യർബാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ. റഹബാമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മകൻ. അവരുടെ കയ്യിൽ 2 ഭാഗവും ബാക്കി 10 ഭാഗങ്ങൾ അത് യർബാം എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലായിട്ട് ഭരണം നടന്നു. അത് 400 വർഷങ്ങൾ അങ്ങനെ അവരുടെ തലമുറയായിട്ട് വന്നു. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ബുഖ്തുനസർ എവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മെസൊപ്പൊട്ടേമിയയിലെ ബാബിലോണിലെ ബുഖ്തുനസർ വന്നു, ആക്രമിച്ചു, 10 വിഭാഗങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു സമ്പൂർണമായിട്ട്. 10 വിഭാഗങ്ങൾ ബനു ഇസ്രായേലിൽ നിന്ന്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് ആ 10 വിഭാഗം അതോടുകൂടെ അവരെ ലോകത്തിലെ നാനാഭാഗങ്ങളിലേക്കും ഓടിപ്പോയി. അവരെ നശിക്കപ്പെട്ടു. അവരുടെ താരീഖ് അതിന് ശേഷം ലഭ്യമില്ല. അതിനുശേഷം ഉണ്ടായിരുന്നത് 2 വിഭാഗം മാത്രമാണ്, ജൂദായും ബുന്യാമീനും. അവരെ അതിനുശേഷം അസീരിയൻസ് ആണ്. ആ 10 വിഭാഗക്കാരെ നശിപ്പിക്കുന്നത് അസീരിയൻസ് ആണ്. ഈ 2 വിഭാഗത്തിനെ നശിപ്പിക്കുന്നത് നെബൂഖദ്നേസറാണ്, അതായത് ബുഖ്തുനസറാണ്. 2 വിഭാഗത്തിനെ നശിപ്പിക്കുന്നത് അല്പം കാലയളവിലാണ് നശിപ്പിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ ബൈത്തുൽ മുഖദ്ദസിനെ നശിപ്പിച്ചു. അങ്ങനെ അതിനുശേഷം അത് അവരുടെ കയ്യിലായി. അതിനുശേഷമാണ് സൈറസ് രാജാവ് വന്ന് ബാബിലോണിയയിൽ അടിമകളാക്കി വെച്ച ഈ യഹൂദികളെ അവരെ തിരിച്ചവിടേക്ക് വിട്ടു. അങ്ങനെ അതിനുശേഷം അവിടെ കുറെ കാലം അവിടെ താമസിച്ചു. അതിനുശേഷം അലക്സാണ്ടർ അതിനെ കയ്യിലാക്കി. പിന്നെ സലൂസിയഡ്സിന്റെ അധീനത്തിൽ വന്നു, ഹാസ്മോനിയൻസിന്റെ അധീനത്തിൽ വന്നു. പിന്നെ റോം സാമ്രാജ്യം വന്നപ്പോൾ റോമൻകാരുടെ അധീനത്തിൽ ബനു ഇസ്രായേൽ വന്നു. അതിനുശേഷം ബൈജാന്റിയനായിട്ട് 2ആയി വിഭജിച്ചപ്പോൾ ബൈജാന്റിയന്റെ അധീനത്തിൽ വന്നു. അതിനുശേഷം സസാനിഡ്സ് വന്നു. അതിനുശേഷം ഉമവിയ ഖിലാഫത്ത് അവർ എന്താക്കി, അവരുടെ അധീനത്തിൽ വന്നു. പിന്നെ കാലാനന്തരം അത് ഓട്ടോമൻസ് ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിൽ വരികയും അതിനുശേഷം ബ്രിട്ടീഷുകാരെ കയ്യിലാക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ അതിനെ ഇസ്രയേലിനകത്തുള്ള ഇസ്രയേൽക്കാരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ഈജിപ്തും ഇസ്രയേലും ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു താരീഖാണ്. ഈ ബനു ഇസ്രായേലിന്റെ താരീഖ് അത് നാം കഥകളായിട്ടാണ് പറയല്. ബനു ഇസ്രായേൽ കാലത്ത് ഏതോ ഒരു കിളവി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു എന്ന കഥകളാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ അതൊന്നും കഥകളല്ല. അത് ലോകത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു താരീഖാണ്. അത് അവസാനിക്കുന്നത് ദജ്ജാലിനെ കൊല്ലപ്പെടുമ്പോഴാണ്. ദജ്ജാൽ വരുന്നത് ഇതേ ഇസ്രായേലിന്റെ എവിടെയാണ്? ബാബുൽ ലുദ്. മദ്രസയിൽ ബുസൈൽ വരെ ഉണ്ടായിരുന്നു ബാബുൽ ലുദ്. ഇസ്രായേലിന്റെ മാപ്പിൽ നോക്കിയാൽ കാണാം ലോർഡ്, LOD.
അറബിയിൽ പറയുന്നത് ലുദ് എന്നാണ് അതിന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. ഇസ്രായേൽ അന്നുള്ള ഒരു സാധാരണ ഒരു ചെറിയൊരു പ്രദേശത്തിന്റെ പേരാണത് ബാബുൽ ലുദ് എന്ന് പറയുന്നത്. ദജ്ജാലിനെ ബാബുൽ ലുദ്ദിൽ വെച്ച് കൊല്ലപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ കഥ അതൊരു ഖദർഭൂമിയാണ്, അതൊരു വലിയൊരു ഖദർഭൂമിയാണ്. അത് സംഘർഷത്തിന്റെ, പണ്ട് മുതൽ തന്നെ സംഘർഷത്തിന്റെ ഭൂമിയാണ്. ഫിറഔനിന്റെ കഥകളിൽ അത് വായിക്കാം. ഫറോവയുടെ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഫറോവയുടെ കഥ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഫറോവയുടെ പേര് റാംസസ് സെക്കൻഡ് എന്നാണ് നാം പറയാറുള്ളത്. തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് വലീദ് ഇബ്നു മുസ്അബ് അല്ലെങ്കിൽ മുസ്അബ് ഇബ്നു വലീദ് എന്ന പേരിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വലീദ് അല്ലെങ്കിൽ മുസ്അബ് എന്ന പേരുകളെല്ലാം അത് അറബി പേരാണ്. ഈ ഫറോവകളുടെ അവരുടെ ഫറോവ റാംസസ് സെക്കൻഡ് എന്ന് പറയുന്നവന് 19ാമത്തെ ഡൈനസ്റ്റിയാണ് ഈജിപ്റ്റ്. ഈജിപ്തിലെ നാർമർ എന്ന വ്യക്തിയിലൂടെ തുടങ്ങുന്ന രാജവംശങ്ങളാണ് ഭരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ 15ാമത്തെ രാജവംശത്തിലാണ് ഹൈക്സോസ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ താരീഖ് വരുന്നത്. അതിന് മുമ്പ് ഒരു 11ാമത്തെ അല്ലെങ്കിൽ 12ാമത്തെ ഒരു രാജവംശത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കണക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ അതിനുശേഷം ഈ അവരുടെ പേരുകളെല്ലാം ഹിബ്രു ഭാഷയിലാണുള്ളത്. നമുക്കിപ്പോ അതേ പേര് ഹിബ്രു ഭാഷയിൽ ഉണ്ടായിരുന്ന ഇബ്രാഹിം ഇത് തുടങ്ങിയിട്ടുള്ള പേരെല്ലാം അത് മുഅറബാണ്, അറബീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ പേരുകളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ റാംസസ് അല്ലെങ്കിൽ റാംസസിന്റെ ഉപ്പന്റെ പേര് സേട്ടി എന്നാണ്. സേട്ടിന്റെ ഉപ്പ റാംസസ് ഒന്നാമനാണ്, റാംസസ് രണ്ടാമനാണ്. അവന്റെ മകൻ പേര് മുർത്തബാഹാണ്. അങ്ങനെ അതെല്ലാം പേര് കേൾക്കുമ്പോൾ അത് അറബി പേരിന്റെ ഒരു രൂപത്തിൽ അവരുടെ ആരുടെ പേരും ഇല്ല. അങ്ങനെ വരുമ്പോൾ മുസ്അബ് വലീദ് എങ്ങനെ ഉള്ള പേര് എങ്ങനെ വരുന്നു എന്നതൊരു ചോദ്യമാണ്. അത് ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് മറുപടി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഇതെല്ലാം നാം പഠിക്കേണ്ട താരീഖിന്റെ ഭാഗങ്ങളാണ്. ഇത് ഒരു ചെറിയ ഭാഗമാണ്. അപ്പുറത്ത് വലിയൊരു സാമ്രാജ്യം, റോം എന്ന സാമ്രാജ്യം, റാമുലസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് BC 700 തുടങ്ങിയിട്ട് റോം, മെഡിറ്ററേനിയന്റെ അടുത്തുള്ള ഇറ്റലിയിലെ ഒരു ചെറിയൊരു പ്രദേശമായ റോമിൽ തുടങ്ങിക്കൊണ്ട് ലോകമാകെ ഭരിച്ചിരുന്ന റോം സാമ്രാജ്യം, അതിനെപ്പറ്റി വലിയ പഠനം പഠിക്കേണ്ടതുണ്ട്. ഇവരുടെ വിശ്വാസത്തെ പറ്റി പഠിക്കേണ്ടതുണ്ട്, ഇവരുടെ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതുണ്ട്, ഇവരുടെ ദൈവങ്ങളുടെ പേരുകളെ പറ്റിയെല്ലാം പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൗഹീദ് പണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്നും ബിംബാരാധന ലോകത്തിലെ പല ഭാഗത്തിലും പല വിധത്തിലും തുടങ്ങിയിട്ടുണ്ടെന്നും ഇതെല്ലാം ഖാലിഖായ അല്ലാഹു തുടങ്ങി വെച്ച ഒരു സംവിധാനമാണെന്നും ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴികളായി തീരും. അതുകൊണ്ട് താരീഖിന്റെ കിതാബുകൾ ദർസിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുക, ജനറൽ താരീഖുകൾ പഠിക്കുക. നമ്മുടെ അടുക്കൽ താരീഖിന്റെ പുസ്തകങ്ങൾ ധാരാളമായി പൈസ കൊടുത്ത് കൊണ്ടുവച്ച് ഒഴിവുള്ള സമയത്തിൽ വായിക്കുക. അങ്ങനെ ജനങ്ങളുടെ അടുക്കൽ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും ഇൽമുകൾ നാം ഉണ്ടാക്കുക എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.